എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്, ഇന്നലെ നമ്മുടെയൊക്കെ മനസാക്ഷി ഞെട്ടിച്ച, നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിച്ച ഒരു ദൃശ്യമായിരുന്നു മുക്കത്തെ ഹോട്ടലിൽ ഒരു യുവതിക്ക് നേരെ ഉണ്ടായ പീഡന ശ്രമത്തിൻ്റെ ശബ്ദം, അതിൻ്റെ ദൃശ്യങ്ങൾ. ആ സംഭവത്തിൽ മുക്കത്തെ പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് വെച്ചാണ് ഈ പ്രതിയായ ലോഡ്ജ് ഉടമയെ പിടികൂടിയത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ അതല്ല. ഇന്ന് ഡൽഹിയിൽ ജനവിധിയാണ്. ആം ആദ്മി പാർട്ടിക്ക് ഈ കഴിഞ്ഞ 2 ടേം, കഴിഞ്ഞ 10 വർഷമുണ്ടായി അവർക്കുണ്ടായിരുന്ന ഒരു മുൻതൂക്കം തുടരാനാവുമോ? കഴിഞ്ഞ 5 വർഷമുണ്ടായ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്? കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമോ? BJPക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരം ഇന്ന് ഡൽഹിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലെത്തി പറയുകയാണ്. അതിലേക്ക് നമ്മൾ വിശദമായി പോകുന്നുണ്ട്. ഇന്നലെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത അനധികൃത കുടിയേറ്റക്കാർ, അവരെയും കൊണ്ടുള്ള വിമാനം പഞ്ചാബിലെ അമൃത്സറിലേക്കാണ് എത്തുക എന്ന് പറയുന്നു. അതെപ്പോൾ വരും? അങ്ങനെ നിരവധി വാർത്തകളുണ്ട്, വിശദാംശങ്ങൾ അറിയാനുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. മുക്കത്ത് ലോഡ്ജിലെ പീഡന ശ്രമക്കേസിൽ ലോഡ്ജ് ഉടമ ദേവദാസ് കുന്നംകുളത്ത് പിടിയിൽ. അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചതായി യുവതിയുടെ കുടുംബം. FIR ഇട്ടപ്പോൾ യുവതിയുടെ മൊഴി തിരുത്തി. യുവതിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണെന്നും കുടുംബത്തിന്റെ പരാതി. ഡൽഹി വിധി എഴുതുന്നു. അധികാര തുടർച്ച പ്രതീക്ഷിച്ച ആം ആദ്മി പാർട്ടി ഭരണം പിടിക്കാമെന്ന വിശ്വാസത്തിൽ BJPയും കോൺഗ്രസും. വയനാട്ടിലെ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAക്ക് കുരുക്കുമുറുകി. ബാങ്ക് നിയമന കോഴക്കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും. കേസ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് വയനാട് SPക്കും ബാങ്കിനും EDയുടെ നോട്ടീസ്. തിരൂരിൽ ഷവർമ കഴിച്ച 2.5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. ചികിത്സയിൽ കഴിയുന്നത് തൂവക്കാട് സ്വദേശിയായ കുഞ്ഞ്. ബേക്കറിക്കെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കുടുംബം. ഷവർമ ദഹിക്കാത്തതാണെന്ന വിചിത്ര ന്യായവുമായി ബേക്കറി. CSR ഫണ്ടിന്റെ മറവിൽ നടന്നത് 350 കോടിയുടെ തട്ടിപ്പെന്ന് പോലീസ്. പറവൂരിൽ മാത്രം ഇരയായത് 1000-ലധികം പേർ. കായംകുളത്ത് പുതിയ 20 പരാതികൾ. സംസ്ഥാനമെങ്ങും അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. മുക്കത്ത് ലോഡ്ജിലെ പീഡന ശ്രമക്കേസിൽ ലോഡ്ജ് ഉടമ ദേവദാസ് കുന്നംകുളത്ത് പിടിയിൽ. അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചതായി യുവതിയുടെ കുടുംബം ആരോപിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. FIR ഇട്ടപ്പോൾ യുവതിയുടെ മൊഴി തിരുത്തി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. യുവതിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണെന്നും കുടുംബം പരാതിപ്പെടുന്നു. ഇന്നലെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വ്യാപിച്ചിരുന്നു. തുടർന്ന് മാധ്യമങ്ങളിലേക്കും ഈ ദൃശ്യങ്ങൾ എത്തി. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന യുവതിയെ ഈ ലോഡ്ജ് ഉടമയും സഹായികളും ചേർന്ന് ഉപദ്രവിക്കാൻ എത്തുമ്പോഴുള്ള വളരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കരച്ചിൽ, അതായിരുന്നു ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ മുതൽ എല്ലാവരും ചോദിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു, ഇയാൾ എവിടെ എന്ന ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പോൾ കുന്നംകുളത്ത് നിന്ന് ദേവദാസ് പിടിയിലായി എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് കുടുംബത്തിന് ഇക്കാര്യത്തിൽ വലിയ പരാതികൾ ഉണ്ടല്ലോ, എന്താണ് അവരുടെ പരാതിക്ക് അടിസ്ഥാനം? തീർച്ചയായും വലിയ പരാതികളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആദ്യഘട്ടം മുതൽ ഈ പരാതി പോലീസിനോട് പറഞ്ഞിട്ട് അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു പരാതി തന്നെയാണ് കുടുംബം മുന്നോട്ട് വെച്ച പ്രധാന കാര്യം. 3 തവണയായി പോലീസ് ഇതിനകം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ആവർത്തിച്ച് മൊഴി രേഖപ്പെടുത്തുന്നല്ലാതെ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നില്ല എന്ന ഒരു വലിയ ദുഃഖമാണ് അവർ പങ്കുവച്ചത്. പലപ്പോഴും ഈ പെൺകുട്ടിയുടെ മൊഴിയെ അവിശ്വസിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ്
പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എഫ്ഐആറിൽ പോലും തെറ്റായ കാര്യങ്ങൾ രേഖപ്പെടുത്തി എന്ന് കുടുംബം പരാതിപ്പെടുന്നു. കാരണം ആശുപത്രിയിൽ എത്തിയപ്പോൾ കൃത്യമായി തന്നെ മൊഴി നൽകിയതാണ്. ഇത്തരത്തിൽ തന്നെ ആക്രമിക്കാനായി അല്ലെങ്കിൽ പീഡിപ്പിക്കാനായി ശ്രമിച്ചപ്പോൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയപ്പോഴാണ് പരിക്ക് പറ്റിയിരുന്നത്. പക്ഷേ ബാൽക്കണിയിൽ നിന്നും വീണു എന്നതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അങ്ങനെ എല്ലാ തരത്തിലും പൂർണ്ണമായ കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ അതേ രീതി പറഞ്ഞിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രതി തന്റെ ഭാഗം ന്യായീകരിച്ച് പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ച സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും അറസ്റ്റിനുള്ള ഒരു നീക്കമോ പെൺകുട്ടിയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമോ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് തീർത്ത് പറയുകയാണ് ഇന്നലെ നമ്മളോട് കുടുംബം ചെയ്തത്. എന്തായാലും ഈ കുടുംബം പരാതിപ്പെട്ടത് ഒപ്പം ഈ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളും മറ്റുമൊക്കെ യുവജന സംഘടനകളും മഹിളാ സംഘടനകളും ഒക്കെ മാർച്ച് നടത്തുന്ന കാഴ്ചയും കണ്ടു. തൊട്ടു പിന്നാലെ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും റൂറൽ എസ് പിയോട് വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തു. എന്തായാലും വലിയ സമ്മർദ്ദം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പോലീസിന് മേൽ ഉണ്ടാകുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ പ്രതിയെ കുന്നംകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 പ്രതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ദേവദാസൻ, ഈ ഹോട്ടലിന്റെ ഉടമയായ ദേവദാസനും ഒപ്പം 2 ജീവനക്കാരുമാണ്. ഇതിലെ ദേവദാസനെ കുന്നംകുളത്ത് നിന്നും മുക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ശ്രീജ, ഈ 3 മാസമായി അവിടെ ജോലി ചെയ്യുന്നതാണ് ഈ യുവതി. ഇവർക്ക് നേരെ പലതരത്തിൽ ഇയാൾ മെസ്സേജ് അയച്ചതൊക്കെ ഈ കുടുംബത്തിന്റെ കയ്യിലുണ്ട് എന്നൊക്കെ കുടുംബം നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നിട്ടും പോലീസിന് എന്തായിരുന്നു ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ ഇതൊരു പീഡന ശ്രമമാണെന്ന് വിശ്വസിക്കാൻ പോലീസിന് എന്തായിരുന്നു ബുദ്ധിമുട്ട് അനീഷ്? അത് തന്നെയാണ് കുടുംബം പരാതിയായി മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഒരുപാട് ഡിജിറ്റൽ തെളിവുകൾ ഇതിനകം കുടുംബത്തിന്റെ കൈവശമുണ്ട്. ഈ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടി നിലവിളിക്കുന്ന കാഴ്ചയൊക്കെ പൊതുസമൂഹം കണ്ടതാണ്. ആ കുടുംബത്തിന്റെ ഒരു ഗതികേടിൽ നിന്നാണ് അത്തരം ഒരു ദൃശ്യം തന്നെ പുറത്തുവിടേണ്ടത് എന്നാണ് കുടുംബം ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം പോലീസ് മൊഴിയെ അവിശ്വസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്താണ് നടന്നതെന്ന് പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ ആ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാവേണ്ടി വന്നത്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. അവ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അത്തരമൊരു പ്രഖ്യാപനത്തിനും കൂടി അല്ലെങ്കിൽ അങ്ങനെ പോലും ആ കുടുംബം മുന്നോട്ട് പോകേണ്ടി വരും എന്ന ഒരു സാഹചര്യത്തിലാണ് ആ വീഡിയോ പുറത്തുവിട്ടത്. ഒപ്പം ഈ വാട്സാപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ അങ്ങേയറ്റം മോശമായ രീതിയിൽ തന്നെ ഉള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഒരു പിതൃസഹജമായ വാത്സല്യത്തോടുകൂടി ഇടപെടുന്നു എന്ന രീതിയിലാണ് ഈ പെൺകുട്ടിയോട് ഇയാൾ ഇടപെട്ടത്. പെൺകുട്ടിയുടെ കുടുംബത്തെ പോലും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുകയും അവരെ ഈ ഹോട്ടലിലേക്കൊക്കെ വരുത്തുകയും താമസിക്കാൻ സൗകര്യം നൽകുകയും ഒക്കെ ചെയ്തു. അങ്ങേയറ്റം വാത്സല്യത്തോടുകൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. ഈ അനീഷ്, അത് നമുക്ക് സ്വാഭാവികമായിട്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ഈ കുട്ടി വിളിക്കുന്നത് വളരെ അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അടുപ്പമുള്ള ആളോട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന രീതിയിലാണ് ആ ശബ്ദം. അത്രയേറെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു ആ കരച്ചിലൊക്കെ. എന്നിട്ടും ഈ ഫോൺ ഓൺ ആയതുകൊണ്ട് മാത്രം, ഒരുപക്ഷെ റെക്കോർഡായ ഈ ഫോൺ റെക്കോർഡിങ്ങിലായിരുന്നതുകൊണ്ട് മാത്രം പതിഞ്ഞ കുറച്ച് ദൃശ്യങ്ങളാണ് ഈ വിഷയത്തിൽ നിർണായകമാവുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രയേറെ ഒരാശ്രയത്തിന് ഒരാളെ അന്വേഷിച്ച് അങ്ങനെ കരയുന്ന കരച്ചിലാണ് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ അത്രയേറെ കേൾക്കുമ്പോൾ അത്രയേറെ ബുദ്ധിമുട്ട് ആ ദൃശ്യങ്ങളും വിഷ്വൽസും ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ടല്ലോ അനീഷ്. അത് ആ ഹോട്ടലിലെ ജീവനക്കാരാണെന്ന് ആണല്ലോ അറിയുന്നത്. ഇവർക്ക് വേണ്ടി അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? മുക്കത്ത് ഹോട്ടലിൽ യുവതിക്ക് നേരെയുണ്ടായ പീഡന ശ്രമത്തിൽ ആ ലോഡ്ജ് ഉടമ ദേവദാസ് എന്നയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഈ ഹോട്ടലിൽ ജീവനക്കാരിയായിരുന്ന യുവതിക്ക് നേരെ ഹോട്ടൽ ഉടമയും 2 ജീവനക്കാരും ചേർന്നാണ് അതിക്രമം നടത്തിയത്. ആ പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ ഈ യുവതി ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഈ ഒളിവിലുള്ള മറ്റ് 2 പേർ, അതായത് ഈ ജീവനക്കാർ, ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിക്കുന്നില്ലേ? തീർച്ചയായും ഇവർക്ക് വേണ്ടിയും അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകാതെ ഇവരിലേക്കും പോലീസ് എത്തുമെന്ന സൂചനകളുണ്ട്. എന്തായാലും പ്രതിയുമായി ഒത്തുകളിക്കുന്നു എന്ന ആരോപണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഓടുന്നത്. ഈ കുറ്റകൃത്യം അറിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി ഈ
ബഹളം രാത്രി 11:30 പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്ത് ഈ പ്രതികൾ എത്തുന്നു. അവിടെ മറ്റ് 2 പെൺകുട്ടികൾ കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടികൾ അന്ന് സ്ഥലത്തില്ലാഞ്ഞ ഒരു സാഹചര്യം നോക്കിയാണ് ഈ പ്രതികൾ അവിടെ എത്തിയത്. ഒരുപക്ഷെ ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ യുവതികൾക്ക് അന്ന് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയത് പോലും മനഃപൂർവ്വമാണോ എന്ന സംശയം പോലും കുടുംബം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും വനിതകൾ തന്നെ താമസിക്കുന്ന ഒരു ഇടത്തേക്ക് രാത്രി 11:00 ഈ പ്രതികൾ എത്തുകയും ഈ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത് കയ്യിൽ ഈ മുഖം മറയ്ക്കുന്ന അല്ലെങ്കിൽ ഈ വായ മൂടിക്കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന തരം ടേപ്പൊക്കെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഒരു അപമാനിക്കാനുള്ള ശ്രമത്തിനപ്പുറം അല്ലെങ്കിൽ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനപ്പുറം ഒരു കൊലപാതക ശ്രമമാണോ എന്ന് പോലും സംശയിക്കുന്നതായി കുടുംബം പറയുകയും ചെയ്തിരുന്നു. കാരണം ആദ്യഘട്ടത്തിലൊക്കെ പിതൃസഹജമായ വാത്സല്യത്തോടുകൂടി എത്തിയ ആൾ ഒരു കരുതലിന്റെ കരങ്ങളൊക്കെ നീട്ടിയാണ് ആദ്യം മുന്നോട്ട് പോകുന്നത്. ഈ പെൺകുട്ടിക്ക് കണ്ണട വാങ്ങി നൽകുന്നു, മറ്റു സഹായങ്ങളൊക്കെ ചെയ്യുന്നു, കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ഇങ്ങനെ ആദ്യം ഒരു കരുതലും ഒക്കെ ആയാണ് രംഗത്തെത്തുന്നത്. എന്നാൽ പിന്നീടാണ് പതിയെ ഇയാളുടെ ഭാവം മാറുകയും തനിക്ക് തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങണം എന്ന രീതിയിലേക്കുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഈ കുട്ടി അപ്പോഴേക്കും ഈ ഒരു അപകടം മണത്തറിയുകയും പൂർണ്ണമായ ഒരു നിസ്സഹകരണത്തിലേക്കോ അല്ലെങ്കിൽ ഇനി കൂടുതൽ ശല്യപ്പെടുത്തിയാൽ ഇയാളുടെ ഭാര്യയോട് കാര്യങ്ങൾ പറയും എന്ന രീതിയിലേക്ക് വരെ എത്തുകയും ചെയ്തു. അപ്പോഴാണ് പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഇക്കാര്യങ്ങൾക്കൊക്കെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ കൃത്യമായ ഡാറ്റകളുണ്ട്. വാട്സാപ്പിൽ ആദ്യ ഘട്ടം മുതൽ വരുന്ന ചാറ്റുകളെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആൾ ഈ യുവതിയുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭാവവ്യത്യാസം കൃത്യമായി ആ ചാറ്റുകളിൽ അറിയാൻ കഴിയുന്നുണ്ട് എന്ന് കുടുംബം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരം ഇംഗിതങ്ങൾക്ക് വഴങ്ങില്ല എന്ന കൃത്യമായ നിലപാടിലേക്ക് ഈ കുട്ടി പോയതോടുകൂടി പിന്നീട് ഭീഷണിയുടെ സ്വരമായി ഒരുപക്ഷെ ഭാര്യ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കും എന്ന് പറഞ്ഞപ്പോഴുള്ള പ്രകോപനമായിരിക്കാം ഇത്തരത്തിൽ ഒരു കൃത്യത്തിലേക്ക് നയിക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് സംശയമുണ്ട്. കണ്ണൂർ സ്വദേശിനിയാണ് പെൺകുട്ടി. കേവലം 24 വയസ്സ് മാത്രമാണ് ഉള്ളത്. സാമ്പത്തികമായി അങ്ങേയറ്റം കടുത്ത ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ഹോട്ടൽ മാനേജ്മെന്റും കഴിഞ്ഞിട്ട് മൂന്നാർ അടക്കമുള്ള ഇടങ്ങളിൽ ജോലി നോക്കിയിട്ടാണ് ഈ മുക്കത്തെ ഈ ഹോട്ടലിലേക്ക് ജോലിക്കായി എത്തുന്നതും. വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ജോലിക്ക് എത്തിയത്. കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക പരിമിതികൾ, ഭർത്താവിന്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇക്കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചാണ് ഈ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് വരെ എത്തി അല്ലെങ്കിൽ മുക്കം വരെ എത്തി ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്ത്. ഈ സംഭവത്തിന് ശേഷം ഈ കുട്ടിയുടെ കുടുംബത്തെ പല രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും പ്രതി ദേവദാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് പ്രലോഭിപ്പിക്കുന്നതിനും ഒപ്പം ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തി. ഒപ്പം ഈ ഭർത്താവിന്റെ ഫോണിലേക്ക് മറ്റുമൊക്കെ വിളിച്ച് വളരെ മോശമായ രീതിയിലുള്ള ചില സംഭാഷണങ്ങളും ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് കുടുംബം പറയുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഒരു നീതി വേണം, അല്ലെങ്കിൽ ഇയാളെ ഇനിയെങ്കിലും തുറന്നു കാട്ടണം എന്ന നിലപാടിലേക്ക് തന്നെ ആ കുടുംബം എത്തുകയും അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്തായാലും അതിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വൈകിയായാലും ഉണ്ടായിരിക്കുന്ന ഈ നടപടി. പോലീസ് കൃത്യമായ ഒരു ഒളിച്ചുകളി ഇക്കാര്യത്തിൽ ഈ സങ്കേതം എന്ന ഈ ഹോട്ടലിന്റെ ഉടമ ദേവദാസുമായി നടത്തിയിരുന്നു എന്ന് തന്നെയാണ് കുടുംബത്തിന് ശക്തമായ പരാതി ഉള്ളത്. മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഒക്കെ അടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. പലവട്ടം ഈ കുടുംബം ഈ ബന്ധുക്കളൊക്കെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ മാറി പോയി കണ്ടെങ്കിലും തെളിവുകളില്ല എന്ന ഒരു വിശദീകരണമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ സമ്മർദ്ദം ശക്തമായതോടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഈ ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണുമ്പോൾ ഒരു നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. വനിതാ കമ്മീഷൻ അടക്കം സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സമ്മർദ്ദത്തിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ച ലോഡ്ജ് ഉടമ ദേവദാസൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇനി 2 പേരെ കൂടി ഈ കേസിൽ പിടികൂടാനുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ പ്രചാരണമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങി. 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആം ആദ്മി പാർട്ടി തുടർച്ചയായ 3ാം വിജയം ലക്ഷ്യമിടുമ്പോൾ തിരിച്ചുവരവാണ് BJPയും കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇത് ജീവൻ മരണ പോരാട്ടമാണ് 3 പാർട്ടികളെ സംബന്ധിച്ചും. ഈ 3 പാർട്ടികളും നേർക്ക് നേർ വന്ന്
യഥാർത്ഥ ത്രികോണ പോരാട്ടം എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ അവസാനത്തെ ദിവസത്തെ പോരും കേസും ഒക്കെ കഴിഞ്ഞ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന മനുഷ്യന്മാരെ എന്തൊക്കെയായിരിക്കും സ്വാധീനിക്കുക? എങ്ങനെ പോകുന്നു വോട്ടെടുപ്പ്, പോളിംഗ്? ശ്രീജ, ഇപ്പോൾ വോട്ടെടുപ്പ് ഏതായാലും ആരംഭിച്ചിരിക്കുന്നു. 1.5 കോടി വോട്ടർമാരാണ് ഡൽഹി ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കുക. ഏതായാലും ആദ്യ മിനിറ്റുകളിൽ പല പോളിംഗ് ബൂത്തുകളിലും തിരക്ക് പ്രകടമാണ്. പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും നേതാക്കളും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ്, മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയായ അൽക്ക ലാംബ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനീഷ് സിസോദിയ രാവിലെ ക്ഷേത്ര ദർശനത്തിനാണ്, പ്രത്യേകിച്ച് കാൽക്കാജി ക്ഷേത്രം ഡൽഹിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്, അവിടെ ദർശനം നടത്തിയാണ് ഇന്നത്തെ ദിവസം മനീഷ് സിസോദിയ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസം ഇപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം വോട്ട് ചെയ്യുമെന്ന പ്രതികരണം ഇപ്പോൾ സിസോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അങ്ങനെ രാവിലെ തന്നെ വലിയ തിരക്കുണ്ട്. സാധാരണഗതിയിൽ ഡൽഹിയിൽ അതിർത്തി മേഖലകൾ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളുള്ള പ്രദേശങ്ങളിലാണ് വലിയ വോട്ടിംഗ് ശതമാനം ഉയരാറുള്ളത്. നഗരപ്രദേശങ്ങളിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ കൂടുതൽ ആളുകളെ വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. പ്രത്യേകിച്ച് ഇന്നലെ നിശബ്ദ പ്രചാരണ ദിവസമൊക്കെ തന്നെ വലിയ രീതിയിൽ വീടുകൾ കയറിയൊക്കെ തന്നെ പരമാവധി വോട്ട് ഉറപ്പിക്കുന്ന ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ആദായ നികുതി ഇളവൊക്കെ തന്നെ അതൊക്കെ ജനങ്ങളെ കൂടുതൽ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അപ്പോൾ ന്യൂഡൽഹി നഗരമേഖലയിലെ സീറ്റുകൾ, ഒപ്പം സൗത്ത് ഡൽഹിയിലെ സീറ്റുകൾ, ഇവിടേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്താനുള്ള ശ്രമങ്ങൾ ഏതായാലും രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അവിടെ പോളിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ പോളിംഗ് ശതമാനം ഡൽഹിയിൽ ഇത്തവണ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. ഏതായാലും ശ്രീജ സൂചിപ്പിച്ചപ്പോൾ തന്നെ വാശിയൊരു പ്രചാരണ ഘട്ടമാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് ഇന്നലെ പോലും നേതാക്കൾ തമ്മിൽ വാക്പോരുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇത്തവണത്തേത്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവരൊരു ക്ലീൻ ഇമേജ് ആയി ആണ് വോട്ടെടുപ്പിലേക്ക് പോയതെങ്കിൽ ഇത്തവണ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. അപ്പോൾ അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ പ്രചാരണ വിഷയമായിട്ടുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ സൗജന്യ വൈദ്യുതി, വെള്ളം, ഒപ്പം തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ കുറെ പദ്ധതികൾ, ഒപ്പം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നടപ്പാക്കിയ നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷ വെക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ അടിസ്ഥാന വോട്ട്, മധ്യവർഗ വോട്ടിലൂടെയാണ് അരവിന്ദ് കെജ്രിവാൾ ആദ്യം ഡൽഹി പിടിക്കുന്നത്. പിന്നീട് സമൂഹത്തിന് താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ചേരി പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ആം ആദ്മി പാർട്ടി വളരുകയായിരുന്നു. അപ്പോൾ ആ പരമ്പരാഗത വോട്ടുകൾ ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്കുണ്ട്. അവർ ഏറ്റവും ഒടുവിൽ പോലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് 55 സീറ്റാണ്. പക്ഷേ BJP ഏതായാലും ഒരു തിരിച്ചുവരവ് അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ BJPക്ക്, ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അഴിമതി അടക്കം അവർ ചർച്ചയാക്കിയതാണ്. ഏറ്റവും ഒടുവിൽ ആദായ നികുതി അടക്കമുള്ള വിഷയങ്ങൾ, അത് ഇളവ് അടക്കമുള്ള വിഷയങ്ങൾ അനുകൂലമാകും എന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് ഈ ആം ആദ്മി പാർട്ടി 2013 28 സീറ്റാണ് വിജയിച്ചത്. അതിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും തുണച്ചത് മധ്യവർഗം ഏറ്റവും കൂടുതലുള്ള ന്യൂഡൽഹി മണ്ഡലവും അതിനോട് ചുറ്റുമുള്ള മണ്ഡലങ്ങളുമാണ്. അവിടെ അന്ന് കൂടുതൽ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ മധ്യവർഗ വോട്ടുള്ള പ്രദേശങ്ങൾ ഇത്തവണ തുണയ്ക്കും എന്നൊരു കണക്കുകൂട്ടൽ പ്രത്യേകിച്ച് BJPക്കുണ്ട്. പരമ്പരാഗതമായി BJPക്ക് ഡൽഹി നല്ല ശക്തി കേന്ദ്രമാണ്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അങ്ങനെ ആകുന്നില്ല സാഹചര്യം. അങ്ങനെ ഒരു ചീത്തപ്പേര് BJPക്കും ഇത്തവണ മറികടക്കേണ്ടതുണ്ട്. കോൺഗ്രസ് സംബന്ധിച്ച് ഹരിയാനയും മഹാരാഷ്ട്രയും തോറ്റതാണ്. അപ്പോൾ ഡൽഹിയിൽ കൂടുതൽ സീറ്റുകൾ നേടേണ്ട സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുമുണ്ട്. അങ്ങനെ ഡൽഹി രാഷ്ട്രീയം ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാവുകയാണ്. വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പരമാവധി വോട്ടർമാർ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് രാകേഷ്, ഇത് എത്രത്തോളം ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം? കാരണം ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുന്നത് അഴിമതിക്കെതിരെയുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അഴിമതിക്കെതിരെ പോരാട്ടം എന്നതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടത് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അഴിമതി ആരോപണത്തെ തുടർന്ന് ജയിലിൽ കിടക്കുന്ന അടക്കം കണ്ടു. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാവില്ലേ ഈ തെരഞ്ഞെടുപ്പ്? അതെ ശ്രീജ, ജനങ്ങളുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെയായിരിക്കും, അക്കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി നിലവിൽ ഒരു ദേശീയ പാർട്ടിയാണ്. കാരണം അവർക്ക് 2 ഭരണമുണ്ട്, ഡൽഹിയിലും പഞ്ചാബിലും. പഞ്ചാബിലെ വിജയത്തോടു കൂടിയാണ് അവർക്ക് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നത്. അപ്പോൾ
ആ പദവി നിലനിർത്താൻ ഡൽഹിയിലെ ജയം അനിവാര്യമാണ്. മാത്രവുമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും പിന്നീട് പഞ്ചാബിലെയും ഡൽഹിയിലെയും ജയത്തിന് പിന്നാലെ ആം ആദ്മി പാർട്ടി വളരുന്നതും കണ്ടു. ഗോവയിൽ അവർക്ക് സ്വാധീനമുണ്ട്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമായി മത്സരിച്ചു. അങ്ങനെ പലയിടത്തേക്കും പാർട്ടി വളർത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഈ നേതാക്കളുടെ അറസ്റ്റൊക്കെ തന്നെ ഉണ്ടായത്. അപ്പോൾ അഴിമതി ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഒരു മുഖമായി, അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുഖമായി നിന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ മധ്യവർഗത്തെ സ്വാധീനിച്ചുകൊണ്ടാണ് ആദ്യം ഡൽഹി പിടിക്കുന്നത്. ആ അരവിന്ദ് കെജ്രിവാൾ തന്നെ 4 മാസം ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം അറസ്റ്റിലായത് സിസോദിയാണ്, പിന്നെ സഞ്ജയ് സിംഗ്, അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ തൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് അല്ലെങ്കിൽ മണ്ണൊലിച്ചു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു രാജിവെച്ചത്. അപ്പോൾ കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർ എങ്ങനെ ആ വിഷയങ്ങളൊക്കെ വോട്ടർമാർ എങ്ങനെ ഏറ്റെടുത്തു, അവരെങ്ങനെ സ്വാധീനിച്ചു എന്നതുകൂടി തിരിച്ചറിയുന്നതാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവരിപ്പോഴും കരുതുന്നത്, അവരിപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നത്, വിശ്വസിക്കുന്നത് കഴിഞ്ഞ കാലത്തെ 10 വർഷത്തെ ഭരണം, ഒപ്പം തന്നെ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ, ഇതിനൊക്കെ ജനം വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് തീർച്ചയായും ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം BJPയെ സംബന്ധിച്ചു, കാരണം BJP നരേന്ദ്രമോദി കേന്ദ്രത്തിൽ 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പല സംസ്ഥാനങ്ങളിലും ആദ്യമായി ഭരണത്തിൽ വരുന്നത്, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ പോലും RSSന് വലിയ സ്വാധീനമുള്ള BJP നിയമസഭ സ്ഥാപിച്ച ശേഷം 5 വർഷം തുടർച്ചയായി ഭരിച്ച ഡൽഹി അവർക്കൊപ്പം നിൽക്കാത്ത സാഹചര്യമുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ 55-56% BJPയുടെ ഡൽഹിയിലെ വോട്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും 7 സീറ്റും വിജയിച്ചത് BJPയാണ്. അപ്പോൾ അത്രയും വോട്ട് ശതമാനമുള്ള BJP നിയമസഭയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ 8, അതിനു മുൻപ് 3, ആ നിലയിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിനും സമാനമായ സാഹചര്യമാണ്. കാരണം ഷീല ദീക്ഷിത്തിന്റെ വികസന മോഡലാണ് അവർ ഇത്തവണ വോട്ട് ചോദിച്ചിട്ടുള്ളത്. കാരണം അതിനുശേഷം അവർക്ക് എടുത്തു പറയാൻ ഒരു നേതാവില്ല. ഒപ്പം ഷീല ദീക്ഷിത്തിന്റെ കാലത്താണ് ഡൽഹി മെട്രോ, അങ്ങനെ ഡൽഹിയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നത് ഷീല ദീക്ഷിത്തായിരുന്നു. അപ്പോൾ ഷീല ദീക്ഷിത്തിന്റെ പേര് ചോദിച്ച ആ മോഡൽ വികസനമാണ് യഥാർത്ഥ വികസനം. ഇപ്പോൾ കാണുന്നു എല്ലാം പൊള്ളയായ വെറും വാഗ്ദാനങ്ങളാണ് എന്നാണ് കോൺഗ്രസ് പ്രചാരണ ക്യാമ്പയിനുകളിൽ ഉന്നയിച്ചിരുന്നത്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു തിരിച്ചുവരവ് നടത്തേണ്ടത് ദേശീയ രാഷ്ട്രീയം അത് തന്നെയാണ്. കോൺഗ്രസ് തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കണം, AAPക്ക് ശക്തി തെളിയിക്കണം. അങ്ങനെ ആ നിർണായക തെരഞ്ഞെടുപ്പ്, ആ നിർണായക വോട്ടെടുപ്പാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ഇന്നത്തെ ആ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത് പ്രയാഗ്രാജിലാണ്. കുംഭമേളയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ത്രിവേണിയിൽ സ്നാനം നടത്തും. ഇതുവരെ 14 കോടിയോളം പേർ കുംഭമേളയിൽ പങ്കെടുത്തുവെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്ക്. രഞ്ജിത്ത് രാമചന്ദ്രൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഏറ്റവും വലിയൊരു കാഴ്ചയുടെ ഉത്സവമായി അല്ലെങ്കിൽ സ്പിരിച്വൽ ഉത്സവമായി ഇതിനെ മാറ്റുക, ലോകത്തിന് മുന്നിൽ വെക്കുക എന്നതായിരുന്നു BJP സർക്കാരിന്റെ, UP സർക്കാരിന്റെ ലക്ഷ്യം. ഇപ്പോൾ ഇത് അവസാന ഒരു ലാപ്പിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. അപ്പോഴാണ് പ്രധാനമന്ത്രി കൂടി അവിടെ എത്തുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ഉണ്ടായ ദുരന്തം, അപകടം, അതിൻ്റെയൊക്കെ ഒരു വലിയ രീതിയിൽ അത് പാർലമെന്റിലൊക്കെ ചർച്ചയാവുന്ന സമയത്ത് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് എപ്പോഴാണ് പ്രധാനമന്ത്രി പ്രയാഗ്രാജിലെത്തുന്നത്? ശ്രീജ, ഹിന്ദു മാസമായ മാഘിൻ്റെ 8ാം ദിവസമാണ്. മാഘാഷ്ടമി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം. ഈ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിലെത്തുന്നതും കുംഭമേളയിൽ പങ്കെടുക്കുന്നതും. നമുക്കറിയാം, കേന്ദ്ര സർക്കാരും UP സർക്കാരും ഒക്കെ വലിയ തോതിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. വലിയ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കുംഭമേളയിൽ ഇതുവരെ ഏതാണ്ട് 18 കോടിയോളം ആളുകൾ വന്നു പോയി എന്നാണ് UP സർക്കാരിൻ്റെ ഒരു കണക്കൊക്കെ പുറത്തു വന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ദിവസം പ്രധാനമന്ത്രി, നേരത്തെ നമുക്കറിയാം അമിത്ഷാ എത്തിയിരുന്നു, യോഗി ആദിത്യനാഥ് ഇവിടെ തന്നെ തമ്പടിച്ച് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിന് ശേഷം, അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളത് ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ്. ഇന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്നതുകൂടി ചേർത്ത് വായിക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കേദാർനാഥിലും ഒപ്പം കന്യാകുമാരിയിലുമൊക്കെ നരേന്ദ്രമോദി പോയതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇന്നിപ്പോൾ കുംഭമേളയിൽ പ്രധാനമന്ത്രി എത്തുക രാവിലെ 10 മണിക്ക് പ്രയാഗ്രാജിൽ എത്തുന്ന പ്രധാനമന്ത്രി 10:45 ബോട്ട് മാർഗം ത്രിവേണി സംഗമത്തിലെത്തും എന്നാണ് മനസ്സിലാകുന്നത്. 11 മണിക്കും 11:30ക്കും ഇടയിലാണ് പ്രധാനമന്ത്രി മഹാകുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് സ്നാനം നടത്തുക എന്ന പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഒപ്പം ഈ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രി വിലയിരുത്തും എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസികൾ മാഘാഷ്ടമിയും ഭീഷ്മ അഷ്ടമിയും ഒക്കെ ആചരിക്കുന്ന ഒരു
ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഹിന്ദു മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആചാരപരമായ സ്നാനങ്ങൾ പ്രധാനമന്ത്രി നടത്തും എന്ന് നമുക്കറിയാം. ഇതിനിടയിൽ UP സർക്കാരും ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കുംഭമേളയിൽ ഇതുവരെ എത്തിച്ചേർന്നത് ഏതാണ്ട് 18 കോടിയോളം തീർത്ഥാടകരാണ് എന്നുള്ളതാണ്. ഈ മാസം 26 വരെ കുംഭമേളയുണ്ട്, ശിവരാത്രി നാൾ വരെ കുംഭമേളയുണ്ട്. ആ സമയം എത്തുമ്പോഴേക്കും ഏതാണ്ട് 40 കോടിയോളം തീർത്ഥാടകരെയാണ് UP സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് യോഗി ആദിത്യനാഥും ഒപ്പം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും തമ്മിലുള്ള കൊമ്പ് കോർക്കൽ. അഖിലേഷ് യാദവ് അവിടുത്തെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ഭക്തർ എത്തുന്ന പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി സംവിധാനങ്ങൾ വിപുലപ്പെടുത്തണം എന്ന് പറയുന്നു. പക്ഷേ കുംഭമേളയെ വികലമാക്കാനുള്ള ശ്രമങ്ങൾ, അപവാദ പ്രചരണങ്ങൾ അഖിലേഷും കൂട്ടരും നടത്തുന്നു എന്നുള്ള ആരോപണമാണ് യോഗി ഉന്നയിക്കുന്നത്. അങ്ങനെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ യുദ്ധങ്ങളും പുരോഗമിക്കുമ്പോഴാണ് ഈ പ്രധാനമന്ത്രി അവിടെ എത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇപ്പോഴും തീർത്ഥാടകരുടെ വരവിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായ 2-ാം തീയതിയും 3-ാം തീയതിയും ഒക്കെ വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹമായിരുന്നു ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തീർത്ഥാടകർക്ക് കുറച്ചുകൂടി സംവിധാനങ്ങൾ ഒരുക്കിയ പശ്ചാത്തലമുണ്ട്. VIP-കൾക്കുള്ള പ്രത്യേക ക്യൂ അടക്കം അവിടെ ഒഴിവാക്കിയ സാഹചര്യമുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകൾ ഇടയ്ക്ക് നിർത്തിവെച്ചത് പുനരാരംഭിച്ചിരുന്നു. തീർത്ഥാടകർക്ക് വരാനുള്ള സംവിധാനങ്ങൾ കൂടുതലായി ഒരുക്കിയിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനങ്ങളടക്കം കൂടുതലായി ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വൺ വേ ട്രാഫിക്, അത്തരത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ പ്രധാനപ്പെട്ട പാലങ്ങളിലൊക്കെ വൺ വേ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ തീർത്ഥാടകർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകം ഒരുക്കിയെന്ന് UP മുഖ്യമന്ത്രി പറഞ്ഞ പശ്ചാത്തലമുണ്ട്. കാരണം അന്നുണ്ടായ ദുരന്തം കുറച്ചുകൂടി ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും തീർത്ഥാടകരുടെ എണ്ണത്തിന് യാതൊരു കുറവുമില്ല എന്നതും പ്രധാനമാണ്. ശ്രീജ. രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇന്ന് പ്രധാനമന്ത്രി പ്രയാഗ്രാജിലെത്തുകയാണ്. വലിയ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അന്ന് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അപകടത്തിൽ എത്ര പേർക്ക് യഥാർത്ഥത്തിൽ പരിക്കേറ്റു, അല്ലെങ്കിൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതിലടക്കം സർക്കാർ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നതുൾപ്പെടെ പല ആരോപണങ്ങളും നിലനിൽക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ഏറ്റവും വിശേഷ ദിവസങ്ങളിലൊന്നായ ഇന്ന് അവിടെ സ്നാനത്തിനായി എത്തുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. CSR ഫണ്ടിന്റെ മറവിൽ ഇതുവരെ നടന്നത് 350 കോടി രൂപയുടെ തട്ടിപ്പെന്ന് പോലീസ്. എറണാകുളത്ത് പറവൂരിൽ മാത്രം 1000-ലധികം പേരാണ് തട്ടിപ്പിനിരയായത്. മൂവാറ്റുപുഴയിൽ ലഭിച്ച പരാതിയിൽ ഇടുക്കി സ്വദേശി അനന്തകൃഷ്ണൻ പിടിയിലായതോടെ കൂടുതൽ പരാതികൾ ഉയർന്നു വരികയാണ്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ആദ്യം നമ്മൾ കേട്ടത് ഒരു മഞ്ഞുമലയുടെ, മൂവാറ്റുപുഴയിൽ നിന്ന് കേട്ടത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു. സംസ്ഥാന വ്യാപകമായി നടന്ന വലിയൊരു തട്ടിപ്പിന്റെ ചങ്ങല തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഓരോ ഇടത്തുനിന്ന് പരാതികൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പൈസ പോയ പലരും നാണക്കേട് കൊണ്ട് മിണ്ടാതിരുന്നതായിരിക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ. പക്ഷേ ഇതിപ്പോ അനന്തകൃഷ്ണൻ പിടിയിലായതോടെ ഈ റാക്കറ്റിന്റെ വലിയ ആഴം തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാവുന്നത്? ശ്രീജ, ഇത് ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെ ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി ഓരോ ദിവസവും വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഇതിലുള്ളൊരു വിഷയമെന്ന് പറയുന്നത് പരാതിയുമായി കൂടുതൽ പേർ മുന്നോട്ട് വരാത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാന വിഷയം. ഇപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ടിൽ തന്നെ 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ആളുകൾ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരശേഖരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ കണക്ക് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ പേരും ഇരയായിരിക്കുന്നത് വീട്ടമ്മമാരാണ്, സ്ത്രീകളാണ് കൂടുതലും ഇതിൻ്റെ തട്ടിപ്പിൻ്റെ ഒരു ഇരയായി മാറിയിരിക്കുന്നത് എന്നതാണ്. കാരണം ഈ ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകിച്ചും അവർക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാഹനങ്ങൾ, അത് കൂടുതലും അവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ബുക്കിങ്ങുകൾ വന്നിരിക്കുന്നത്. പകുതി വിലയ്ക്ക് ഇത് നൽകുന്നു എന്നതാണ്. ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് പകുതി മറ്റ് വലിയ കമ്പനികളുടെ ഒരു CSR വിഹിതവും ഒപ്പം തന്നെ കേന്ദ്ര സഹായം, സർക്കാരിൻ്റെ ഭാഗത്ത് സഹായം ഈ ഒരു പ്രത്യേക പദ്ധതിക്കുള്ള സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആദ്യ സ്ലോട്ടുകളെല്ലാം ഇവർ കൊടുക്കുകയും അങ്ങനെ ഒരു വിശ്വാസ്യത നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായില്ല, വിതരണത്തിൽ തുടർച്ചയുണ്ടായില്ല. പക്ഷേ അതിൻ്റെ ഒരു ബുക്കിംഗ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അനസ്യൂതം അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള തുക സമാഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴുമുള്ള ഒരു വിഷയം,
പല ഭാഗങ്ങളിലും പരാതികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇത് ഈ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു കണ്ണികൾ തന്നെയാണ്. പല പേരുകൾ പലയിടങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നു, അതിന് പല മുഖങ്ങൾ പല ജില്ലകളിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എല്ലാം തന്നെ ഇവരെല്ലാം തന്നെയാണ്. അങ്ങനെ ആലപ്പുഴ ജില്ലയിലും ഇത് ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ പറവൂർ മേഖല കേന്ദ്രീകരിച്ച വലിയ രീതിയിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒപ്പം ഏലൂർ, മഞ്ഞുമൽ മേഖലകളിലെല്ലാം തന്നെ ഇവരുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ പരാതികളായിട്ട് വരാത്ത കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അതുമാത്രവുമല്ല, ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് ലഭിക്കും, ഈ ഇരുചക്ര വാഹനം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ പരാതിയുമായി പോവുകയാണെങ്കിൽ അത് ആ രീതിയിലേക്ക് പോകും, മറ്റ് നിയമ നടപടികളുടെ കുരുക്കിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഇത് നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വരും. പരാതി ഉയർന്നു കഴിഞ്ഞാൽ CSR ഫണ്ട് നൽകുന്ന കമ്പനികൾ ഇത് നൽകാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി നിന്നു പോകും. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിരിക്കില്ല, അത് നിങ്ങൾ നൽകുന്ന പരാതിയുടെ സ്വഭാവം ഇതെല്ലാം തന്നെ അനുസരിച്ചുകൊണ്ടായിരിക്കുമെന്ന് അവർ തന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയക്കുന്നുണ്ട്. അതുകൊണ്ട് പലരും പോലീസിലേക്ക് പരാതിപ്പെടാൻ പലയിടത്തും വൈകുന്നുണ്ട്. ചിലയിടത്ത് 6 മാസത്തോളമെങ്കിലും എത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരോട് ഉടൻ തരാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർ ബുക്ക് ചെയ്ത വാഹനം ഇപ്പോൾ ലഭ്യമല്ല. അത് തട്ടിപ്പിൻ്റെ മറ്റൊരു രീതിയാണ്. ഇപ്പോൾ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ വാഹനമാണ് അവർ നോക്കി വെച്ചിരിക്കുന്നതെങ്കിൽ, അതിനാണ് അവർ പണം ഒടുക്കിയിരിക്കുന്നതെങ്കിൽ അത് ഇപ്പോൾ ലഭ്യമല്ല. അതിന് കുറച്ച് കാലം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതാണ് തട്ടിപ്പിൻ്റെ ഒരു ആദ്യഘട്ടം. അതിൽ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കുറച്ച് കാലം കൂടി അവർ കാത്തിരിക്കാനായിട്ട് തയ്യാറാവും. കുറച്ച് കാലം കഴിയുമ്പോൾ അത് ലഭ്യമല്ല, മറ്റൊന്നിലേക്ക് അത് മാറാമെന്ന് പറയുന്നു. വീണ്ടും സമയം നീളുകയാണ്. അങ്ങനെ ഈ കുറേ നാളുകളായിട്ട് തന്നെ ഇത് തുടരുന്നു. ഇപ്പോഴെങ്കിലും ഇവർക്ക് ചിലർക്കെങ്കിലും ഇത് ഒരു തട്ടിപ്പാണ് എന്ന രീതിയിലേക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴയിൽ പരാതി നൽകാനായിട്ടടക്കം തയ്യാറാവുകയും ചെയ്തത്. ഇനി വൈകാതെ മറ്റിടങ്ങളിലും ഇത്തരം പരാതികൾ ഉയർന്നു വന്നേക്കാം. പോലീസും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞ കുറേ നാളുകളായി പലയിടത്തും വഴിവെക്കിലെല്ലാം തന്നെ നമ്മൾ ബോർഡുകൾ കാണുന്നു, ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്നു, വലിയ രീതിയിലുള്ളൊരു ബുക്കിങ്ങിലേക്ക് കടന്നിരുന്നു. അതുമാത്രവുമല്ല, ഇരുചക്ര വാഹനം വിട്ട് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങി വരികയായിരുന്നു. കാരണം ഇതൊരു വിസ്തൃതമാവുകയായിരുന്നു ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത്. കൂടുതൽ പേരിലേക്ക് കൂടുതൽ തുക തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഇതിന് രാഷ്ട്രീയ നേതാക്കളുമായുള്ള ഒരു ബന്ധവും എല്ലാം തന്നെ ഇപ്പോൾ ആരോപിക്കപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അവരൊരു പ്രതികരണം എന്ന് ആലോചിക്കുമ്പോൾ ഇതുവരെയും ഒരു പ്രതികരണത്തിലേക്ക് ഇവരാരും തന്നെ വന്നിട്ടില്ല. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു മുഖം ഇതിന് ഉപയോഗിക്കുകയായിരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വിശദീകരണവും വ്യക്തതയും എല്ലാം തന്നെ വേണ്ടതുണ്ട്. പക്ഷെ ആരും അത്തരം ഒരു കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ കൂടിയും പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തട്ടിപ്പിൻ്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മൾ തുടക്കം കണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ കേരളം കണ്ടൊരു വലിയ തട്ടിപ്പുകളിലൊന്നായി ഇതും മാറിയേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പോലീസിന്റെ ഒരു അന്വേഷണം തുടരുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. പക്ഷെ അപ്പോഴും ഈ പാവപ്പെട്ട സ്ത്രീകളാണ് ഈ തട്ടിപ്പിൻ്റെ ഇരയായവരിൽ അധികവും. അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ ആ കൊടുത്ത പൈസ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈ പരാതിയുമായി മുന്നോട്ട് വരാത്ത നിരവധി പേർ ഇപ്പോഴുമുണ്ട്. വലിയ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഓരോ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പരാതികൾ ഉയരുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടത് പറവൂരിൽ 1000-ലധികം പരാതികളാണ്. കായംകുളത്ത് 20-ലേറെ പരാതികളാണ് ഇതുവരെ പോലീസിന് ലഭിച്ചത്. ഇനിയും ഏറെ പേർ പരാതിയുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പോലീസ് വിചാരിക്കുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. കുടുംബശ്രീകൾ വഴി സ്ത്രീകളിൽ നിന്ന് പണം വാങ്ങിയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ തന്നെയാണ് കായംകുളത്തും തട്ടിപ്പ് നടത്തിയത്. ഇയാളുടെ അറസ്റ്റോടെയാണ് തങ്ങൾ തട്ടിപ്പിനിരയായെന്ന് കൂടുതൽ പേർ മനസ്സിലാക്കുന്നത്. മുതുകുളം സീഡ് സൊസൈറ്റി എന്ന പേരിൽ വ്യാജ സൊസൈറ്റി രൂപീകരിച്ചാണ് കായംകുളത്തും സമീപ പ്രദേശങ്ങളിലും തട്ടിപ്പ് നടത്തിയത്. ഈ സൊസൈറ്റിയുടെ പേരിൽ മാത്രം 2 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് വിവരം. സ്കൂട്ടറിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി പകുതി തുക കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടേതടക്കം CSR ഫണ്ടായും ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പണമടച്ച് 90 ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും ഇയാൾ ഉറപ്പു നൽകിയിരുന്നതായി തട്ടിപ്പിനിരയായവർ പറഞ്ഞു. സ്ത്രീകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാണ്ട് 1,20,000 രൂപയുടെ വാഹനം 60,000 രൂപയ്ക്ക് കൊടുക്കുമെന്നും അതുപോലെ തന്നെ ലാപ്ടോപ്പ് പകുതി വിലയ്ക്ക് കൊടുക്കുമെന്നും
തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഞങ്ങളുടെ പൈസ ഇനി കിട്ടിയാൽ മതി. ഇപ്പോൾ പ്രൊമോട്ടർമാരെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കേസൊന്നും കൊടുക്കണ്ട, അയാൾ ഇറങ്ങിക്കഴിയുന്നതിന് പൈസ കിട്ടും. അയാൾ ഇറങ്ങിക്കഴിയുമ്പോൾ പൈസ കിട്ടുമെന്ന് ഞങ്ങൾക്ക് എന്തുറപ്പുണ്ട്? ഇപ്പോൾ 10 മാസം കഴിഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് കുടുംബശ്രീകൾ വഴിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. തൃക്കുന്നപ്പുഴ, ഹരിപ്പാട് പോലീസ് സ്റ്റേഷനുകളിലും സമാന പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മുതുകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ഭരണിക്കാവ് തുടങ്ങിയ സീഡ് സൊസൈറ്റികളുടെ ഗുണഭോക്തൃ സംഗമം എന്ന നിലയിലും പരിപാടി സംഘടിപ്പിച്ചും വിശ്വാസ്യത പിടിച്ചുപറ്റിയിരുന്നു. ന്യൂസ് 18 കായംകുളം. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടി കടുപ്പിച്ച അമേരിക്ക. 205 ഇന്ത്യക്കാരുമായി സൈനിക വിമാനം ഉടൻ ഡൽഹിയിലെത്തും. സാഹചര്യം വിലയിരുത്തി വിദേശകാര്യ വകുപ്പ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കൂട്ടി ചൈനയുടെ തിരിച്ചടി. വിധി എഴുതാൻ തയ്യാറായി ഡൽഹി. നാളെ വോട്ടെടുപ്പ്. 70 മണ്ഡലങ്ങളിൽ. ആത്മവിശ്വാസത്തിൽ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും AAP ആരോപണം സമ്മർദ്ദ തന്ത്രമെന്ന് കമ്മീഷൻ. കോടിയേരിക്കെതിരായ പരാമർശത്തിൽ വിശദീകരണവുമായി ശോഭാ സുരേന്ദ്രൻ. അസുഖത്തെ താൻ പരിഹസിച്ചിട്ടില്ല, തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു. കോടിയേരിക്ക് മക്കൾ കാരണം ദുഃഖിക്കേണ്ടി വന്നു, പിണറായിക്ക് കേസുകൾ കാരണം ദുരിതം അനുഭവിക്കേണ്ടി വന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18നോട്. കൃഷ്ണന് രോഗം വന്ന് മരണപ്പെട്ടത് ഈ വിഷയം കൊണ്ടാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ ഇത്ര വകതിരിവില്ലാത്ത ആളാണോ? ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ അവിടെയും ഒരു സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്റെ മര്യാദ കൊണ്ടാണ്. കിഫ്ബി റോഡുകളിലെ ചുങ്കം പിരിക്കുന്നത് യൂസർ ഫീ എന്ന പേരിൽ. നിയമനിർമ്മാണം ഉടൻ. ഇടത് നയത്തിനെതിരല്ലെന്ന് ധനമന്ത്രി. LDF ചർച്ച ചെയ്തെന്ന് TP രാമകൃഷ്ണൻ. പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. മുക്കത്ത് ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ പുറത്ത്. പ്രതികൾ ഒളിവിൽ തന്നെ. യുവതി ഗുരുതരാവസ്ഥയിൽ. നെന്മാറ ഇരട്ടക്കൊലയിൽ ചെന്താമരയുമായി തെളിവെടുത്തു. കൂസലില്ലാതെ കൊലപാതക രീതി വിശദീകരിച്ചു ക്രിമിനൽ. കനാലിന്റെ ഉള്ളിൽ നിങ്ങൾ പോയോ? ഞാൻ പോയി. അപ്പുറത്ത് പോയി. എന്നിട്ടാണ് മല കയറിയത്. ആരും കാണില്ല. ഓവിനുള്ളിൽ എത്ര നേരം കിടന്ന്? ഓവിനുള്ളിൽ കൂടി പോയോ? വെഞ്ഞാറമൂട് യുവതിയുടെ മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ കുടുംബം. ഏറെ വിവാദമായ വഖഫ് ബിൽ പാർലമെന്റിന്റെ ഈ നടപ്പ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇടയില്ല എന്ന് സൂചന. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ശക്തമായ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. അതേസമയം ബില്ലിനെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ്. JPC ചെയർമാൻ ജഗദംബിക പാൽ വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള അന്തിമ റിപ്പോർട്ട് വ്യാഴാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിച്ചിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാർക്ക് ഒരു സന്ദേശം നൽകുന്നതിനായി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമെന്നായിരുന്നു പലരും കണക്കുകൂട്ടിയത്. എന്നാൽ റിപ്പോർട്ട് ബജറ്റ് സമ്മേളന കാലത്ത് സഭയിൽ അവതരിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പാസാക്കിയ ബിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് അകാരണമായി മാറ്റിവെച്ചു. ബിൽ നടപ്പിലാക്കുമ്പോൾ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും വിധവകൾക്കും ഗുണം ലഭിക്കുമെന്നാണ് JPC ചെയർമാൻ ജഗദംബിക പാൽ അവകാശപ്പെടുന്നത്. ബിൽ നിലവിലെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെതിരെ പല പാർട്ടികളും പക്ഷേ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബിൽ മുഴുവൻ മുസ്ലിം സമൂഹവും നിരസിച്ചുവെന്നും സാമൂഹിക അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി വ്യക്തമാക്കി. ഒവൈസി തന്നെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ഭാഗമായിരുന്നുവെന്നും യോഗങ്ങളിൽ പങ്കെടുത്തുവെന്നും ഭേദഗതി വോട്ടിംഗിലൂടെയാണ് പാസ്സായതെന്നും ജഗദംബിക പാൽ വിശദീകരിക്കുന്നു. JPCക്ക് സമർപ്പിച്ച വിയോജനക്കുറിപ്പുകളിൽ നിന്ന് പ്രധാന ഭാഗങ്ങൾ നീക്കം ചെയ്തതിൽ പ്രതിപക്ഷ MPമാരായ കല്യാൺ ബാനർജി, മുഹമ്മദ് നദീമുൽ ഹഖ് എന്നിവർ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകി.
428 പേജുള്ള റിപ്പോർട്ടിൽ ഒവൈസി സമർപ്പിച്ച 229 പേജുള്ള വിയോജനക്കുറിപ്പ് എങ്ങനെ മുഴുവനായും ഉൾക്കൊള്ളിക്കാനാകുമെന്നാണ് മറുപക്ഷം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയാൻ വിട്ടുപോയി. അതിന്ന് ക്രിസ്മസ് പുതുവത്സര ബമ്പറിൻ്റെ നറുക്കെടുപ്പുള്ള ദിവസമാണ്. ഒരുപാട് പേർ തങ്ങളുടെ ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു ദിവസം ഈ ബമ്പർ ടിക്കറ്റ് എടുക്കാൻ കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകളുടെ ഒഴുക്കാണ്. കെട്ടുകണക്കിന് ടിക്കറ്റാണ് ഓരോരുത്തരും എടുക്കുന്നത്. 20 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ക്രിസ്മസ് ബമ്പറിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. പ്രതിദിന ഭാഗ്യക്കുറി എടുക്കാൻ മലയാളികളാണ് മുന്നിൽ. എന്നാൽ ബമ്പർ ടിക്കറ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. വിനോദയാത്രയ്ക്ക് വരുന്നവരും തീർത്ഥാടകരും ജോലി ആവശ്യങ്ങൾക്കായി എത്തുന്നവരും ലോട്ടറി കടകൾ കയറി ഇറങ്ങുകയാണ്. ഒന്നല്ല, ഒരു കെട്ട് ലോട്ടറിയാണ് പലരും എടുക്കുന്നത്. കേരള ലോട്ടറിയും ബമ്പർ ടിക്കറ്റുകളുമൊക്കെ ഇതര നാടുകളിലും ബമ്പർ ഹിറ്റാണ്. कोशिश करते हैं, फर्स्ट टाइम आए यहाँ राजस्थान से घूमने, तो ट्राई मारा कि अपना भी ख्याल भाई लग. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ ബമ്പർ പ്രേമം വ്യാപാരികളും ശരിവെക്കുന്നു. നന്നായിട്ട് പോകുന്നു. നാളെയാണ് നറുക്കെടുപ്പ്. ഇതുവരെ നല്ല കച്ചവടമായിരുന്നു. മലയാളികളല്ല കൂടുതൽ എടുക്കുന്നത്. കൂടുതലും ഇവിടെ സെയില് കൂടുതലും തമിഴ്നാട്ടുകാരാണ്. എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് തമിഴ്നാട്ടുകാർ വരുന്നുണ്ട്. ചെറിയ ടിക്കറ്റ് മാത്രമേ ഇവിടുത്തെ ആൾക്കാർ വാങ്ങിക്കുള്ളൂ. ലോട്ടറി ബമ്പറൊക്കെ എല്ലാ നാട്ടുകാർ ഈ ഇവിടുത്തെ പുറത്തെ ആള് ബൊംബൈ, ദില്ലി, ഇവര് ആന്ധ്ര, തമിഴ്നാട് ഇതെല്ലാം ഇവിടുത്തെ വന്നിട്ട് നല്ല പൈസയ്ക്ക് ടിക്കറ്റ് വാങ്ങിച്ചു പോകും. ഇതര സംസ്ഥാനക്കാരുടെയും മലയാളികളുടെയും ഇപ്പോഴത്തെ ഭാഗ്യപരീക്ഷണം ഇന്ന് നറുക്കെടുക്കുന്ന ക്രിസ്മസ് നവവത്സര ബമ്പറിലാണ്. നറുക്കെടുപ്പിലൂടെ 21 പേർ കോടീശ്വരന്മാരാകും. 20 കോടി ഒന്നാം സമ്മാനത്തിന് പുറമെ 20 പേർക്ക് ഓരോ കോടി രൂപ വീതം കിട്ടും. വിൽപ്പനയ്ക്കെത്തിച്ചത് ഏറെക്കുറെ 50 ലക്ഷത്തോളം ടിക്കറ്റുകളാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം തിരൂരിൽ ഷവർമ കഴിച്ച 2 വയസ്സുകാരി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ. തുവക്കാട് കന്മനം സ്വദേശിനി എമ്മിൽ എന്ന 2 വയസ്സുകാരിയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ബേക്കറിക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടപടിയെടുത്തില്ല എന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. 2 വയസ്സുകാരിക്ക് ഷവർമ ദഹിക്കാത്തതാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമെന്ന ന്യായീകരണമാണ് ബേക്കറി ഉടമ പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് തുവക്കാട് കന്മനം സ്വദേശികളായ റഫീഖ് സൽഫത്ത് ദമ്പതികളുടെ മകൾ എമിലിന് ഭക്ഷ്യവിഷബാധയേറ്റത്. തുവക്കാട്ടെ ഒരു ബേക്കറിയിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ ഷവർമ കഴിച്ചതിനു പിന്നാലെ കുഞ്ഞിന് ഛർദി ആരംഭിക്കുകയായിരുന്നു. രാവിലെ തന്നെ കുഞ്ഞിനെ പുത്തനത്താണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവളും മകളുമാണ് ഒരു ഷവർമെന്ന് കഴിച്ച അവരിലാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത്. കഴിച്ച ഭക്ഷണത്തിന് രാത്രി ഒരു 10 മണിക്ക് കഴിച്ചു. രാവിലെ പുലർച്ചെ ഒരു 2 മണിയായപ്പോൾ കുട്ടി കുട്ടിയെന്ന് എണീറ്റ് ഛർദ്ദിച്ചു. അപ്പൊ നമ്മൾ ആകെ പേടിച്ചു. അപ്പൊ തന്നെ കുട്ടി ശ്വാസം കിട്ടാത്ത പോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ നേരെ നമ്മൾ പുത്തനത്താണിയുള്ള സുപ്രിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഭക്ഷ്യവിഷബാധയാണെന്ന് വ്യക്തമായതോടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ പരാതി നൽകി. അവർ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി അടപ്പിച്ച കട അടുത്ത ദിവസം തന്നെ തുറന്നു എന്നാണ് ഇവരുടെ പരാതി. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി നൽകാതെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഫോൺ കട്ട് ചെയ്തുവെന്നും കുഞ്ഞിന്റെ അമ്മ സൽഫത്ത് പറയുന്നു. ഈവനിങ് ടൈമിലൊക്കെ ഇതിങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും മേഡത്തെ വീണ്ടും ഒന്ന് വിളിച്ചു. അപ്പൊ മേഡം പറഞ്ഞു, ഇനി എന്നെ വിളിക്കരുത്, ഞങ്ങൾ ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോണത്, ഇനി ഞങ്ങൾ വിളിക്കരുത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് അയച്ചതിനോ കോൾ ചെയ്തതിനും ഒന്നും ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല. ഗുരുതരമായി നിർജ്ജലീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് കുഞ്ഞ് ആശുപത്രിയിൽ എത്തിയതെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതികഠിനമായ പനിയും കുഞ്ഞിന് അനുഭവപ്പെട്ടു. നിലവിൽ കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടി ഇപ്പോഴും ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പിന്നാലെ പോലീസിലും വിജിലൻസിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഷവർമയിൽ കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് ബേക്കറി ഉടമ പറയുന്നത്. അതേ ദിവസം നിരവധി പേർ ഷവർമ കഴിച്ചു പോയിട്ടുണ്ട്. മറ്റാർക്കും പരാതിയില്ല. രാത്രി വൈകി നൽകിയ ഷവർമ 2 വയസ്സുകാരിക്ക് ദഹിക്കാത്തതാകാം പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ബേക്കറി ഉടമ പറയുന്നു. ഈ 9 മണിക്ക് ഇവൻ ലാസ്റ്റ് ഓൻ തന്നെ പറഞ്ഞു, ഈ ലാസ്റ്റ് ഇത് കഴിയാറായ സമയത്ത് ഞാൻ പോയി മേടിച്ചതാ. ഈ അത്ര നേരം വർക്ക് ചെയ്ത് ഈ തീ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അതിലിരിക്കുന്ന ഷവർമ എങ്ങനെ വേവാതാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല.
കാരണം പീസൊക്കെ അങ്ങനെ വേവാതെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്ഥാപനം തുറക്കാൻ അനുവദിച്ചതെന്നും ബേക്കറി ഉടമ വിശദീകരിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ പരിശോധനകളുടെ വിശദമായ ഫലം വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. ന്യൂസ് 18 മലപ്പുറം. വയനാട്ടിലെ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച കാര്യങ്ങൾ. IC ബാലകൃഷ്ണൻ MLAക്ക് എതിരെ EDയുടെ അന്വേഷണം വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന കോഴക്കേസ് ED അന്വേഷിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളുമായി CV അനുമോദ് ചേർന്നു. അനുമോദ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതിൽ ഇപ്പോൾ EDയുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായും EDക്ക് ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കും. CPM ഇതൊരു രാഷ്ട്രീയ വിഷയമായി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ EDക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? എന്താണ് ഇപ്പോൾ ഈ കേസിൽ EDയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഈ IC ബാലകൃഷ്ണനെതിരെ വിജിലൻസിന്റെയും പോലീസിന്റെയും ഒക്കെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതാണ്. നിലവിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം കൂടി വരുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നതും അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തുള്ള പ്രതികരണമാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, IC ബാലകൃഷ്ണനിലൂടെ ED അന്വേഷണം നടത്തി തുടങ്ങുകയാണെങ്കിൽ അത് ഈ ബത്തേരി അർബൻ സർവീസ് സഹകരണ ബാങ്കിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നേരത്തെ തന്നെ കരുവന്നൂരിലേക്ക് EDയുടെ അന്വേഷണം ഉണ്ടായതും ബാങ്കിന്റെ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ അവിടെ നടന്ന ഈ അനധികൃതമായിട്ടുള്ള തിരിമറികളെയൊക്കെ എത്രമാത്രം അവർ പുറത്തു കൊണ്ടുവന്നു, അത് പിന്നീട് എത്രമാത്രം രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത്. അപ്പോൾ IC ബാലകൃഷ്ണനെതിരെയാണ് ഈ അന്വേഷണം തുടങ്ങുന്നതെങ്കിലും അത് ക്രമേണ ബാങ്കിന്റെ മൊത്തം പ്രവർത്തനത്തെ അന്വേഷിക്കുന്ന തരത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായിട്ടത് നിലവിലുള്ള സാഹചര്യമായിരിക്കില്ല കോൺഗ്രസിനുണ്ടാകുക. അത് വലിയ പ്രതിസന്ധി തീർക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് NM വിജയന്റെ കത്തൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അത് ഈ സാമ്പത്തിക തിരിമറികളിലേക്ക് മാത്രം നീങ്ങുന്നതായിരിക്കില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ. പ്രത്യേകിച്ച് IC ബാലകൃഷ്ണനെതിരെ എത്ര രൂപയുടെയാണ് ഈ ഒരു അഴിമതി എന്ന് കത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ വ്യക്തമാക്കിയിട്ടില്ല. പണം വാങ്ങി എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ IC ബാലകൃഷ്ണൻ അത്തരത്തിൽ പണം വാങ്ങിയോ ഇല്ലേ എന്നതിനപ്പുറം ED ഒരുപക്ഷെ അന്വേഷിക്കുക ഈ ബാങ്കുമായി നടത്തിയ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ED നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വയനാട്ടിലെ കോൺഗ്രസ്സുകാരെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ വയനാട്ടിലെ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. അതൊരു പക്ഷേ ഇടതുപക്ഷവും BJPയും ഒക്കെ വലിയ ആയുധമാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിലെ സാഹചര്യത്തിൽ IC ബാലകൃഷ്ണനെതിരെ NM വിജയന്റെ കത്തിലെ പരാമർശങ്ങളും മറ്റുമാണ് ഉള്ളത്. അതിൽ സാമ്പത്തിക തിരിമറി എന്ന തരത്തിലാണ് ആരോപണങ്ങളുള്ളത്. എത്ര രൂപ അല്ലെങ്കിൽ ഇന്ന ഇടത്ത് വെച്ച് അത്തരം വിശദാംശങ്ങളൊന്നും ഈ പുറത്തു വന്ന ഇതുവരെയുള്ള കത്തിലോ അല്ലെങ്കിൽ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. സ്വാഭാവികമായിട്ടും ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് അത്രയും നല്ലതാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് തെളിയിക്കുവാൻ ഈ അന്വേഷണത്തോട് സാധിക്കുമെന്നൊരു നിലപാടാണ് IC ബാലകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം മറ്റ് ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യത്യസ്തമാവുന്നത് അത് ബാങ്കിലേക്ക് കൂടി വ്യാപിക്കുമോ, ബാങ്കിന്റെ പ്രവർത്തനങ്ങളെയും ബാങ്കിൽ നടന്ന നിയമനങ്ങളെയും ഒക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം കൂടി അറിയുമ്പോഴാണ്. എന്നാണെങ്കിലും വയനാട്ടിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ED അന്വേഷണം മറ്റ് വിജിലൻസിന്റെയോ പോലീസിന്റെയോ അന്വേഷണം പോലെ ആകില്ല. അതിന്റെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ED നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ മാത്രമേ അത് എങ്ങനെ IC ബാലകൃഷ്ണനപ്പുറം കോൺഗ്രസിനെ അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ശ്രീജ, അനുമോദ്, ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന പോലീസിന്റെയും വിജിലൻസിന്റെയും ഒക്കെ അന്വേഷണം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇവരുടെയൊക്കെ മൊഴിയെടുത്ത് കഴിഞ്ഞല്ലോ. ഇനി ഒരു അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇത് എന്താണ് ഇതിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഇങ്ങനൊരു ഇത്രയും വലിയൊരു ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായത് എന്നതിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ. അത് IC ബാലകൃഷ്ണന്റെയും ഇന്ത്യ അപ്പച്ചിന്റെയും മറ്റ് ആരോപണീയരുടെയും മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ മൊഴി അല്ലെങ്കിൽ അവരുടെ വിശദീകരണങ്ങൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും മറ്റും പൂർത്തിയായതിനു ശേഷമേ അടുത്ത ഘട്ടത്തിലേക്ക് ഈ അന്വേഷണങ്ങൾ കടക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ നൽകിയ മൊഴികൾ തന്നെയാണ്
ആരോപണ വിധേയരൊക്കെ തന്നെ ആവർത്തിക്കുന്നത്. അതിനപ്പുറം എന്തെല്ലാം കാര്യങ്ങൾ പരാതി നൽകിയവരുടെയും അതുപോലെ തന്നെ ഇതുവരെ പുറത്തു വരാത്ത രീതിയിലുള്ള പരാതികളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ളവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയുന്ന. നിലവിലെ സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുന്ന നടപടികളാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുള്ളത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തു നിന്ന് വയനാട്ടിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അത് ആ ഒരു സാമ്പത്തിക വശങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. IC ബാലകൃഷ്ണനെതിരെ EDയുടെ അന്വേഷണം ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അത് ഗാസ മുനമ്പ് ഏറ്റെടുക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നു എന്നതാണ്. ഗാസയിലെ പ്രശ്നപരിഹാരത്തിന് അതാണ് ഒരേ ഒരു പോംവഴി എന്ന നിലപാടിലാണ് ട്രംപ് ഉള്ളത്. ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ സജിമോൻ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കൗതുകകരമായ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ഗാസ മുൻപ് ട്രംപ് ഏറ്റെടുക്കാമെന്ന് പറയുന്നു. ഇത് ട്രംപിനെ നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരി അറിയാം. അദ്ദേഹം പലപ്പോഴും പല പ്രഖ്യാപനങ്ങളും നടത്തുമ്പോൾ നമുക്കതിൽ ആദ്യം ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് തോന്നുമെങ്കിലും പലതും അത് പ്രാവർത്തികമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രഖ്യാപനത്തെ എങ്ങനെയാണ് അമേരിക്കൻ ജനതയും ഒപ്പം ആഗോളതലത്തിലുള്ളവരും കാണുന്നത്? തീർച്ചയായിട്ടും ഇതൊരു സ്റ്റണ്ണിങ് ന്യൂസ് ആണ്, ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ട്രംപിനെ നമ്മൾ പറഞ്ഞ മുടക്ക് തന്നെ 2016 മുതൽ നമുക്കറിയാം. 2016 പല പോളിസി മാറ്റേഴ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കി, ചില പ്രാവർത്തികമാകില്ല. ചില സമയത്ത് ട്രംപ് പറയുന്നത് എന്താണെന്ന് തന്നെ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അത് നമ്മളിപ്പോഴത്തെ വേൾഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം മാർക്കറ്റ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. കാരണം മോർണിംഗിലുള്ള ഒരു കാരണമല്ല ഈവനിങ്ങിൽ വരുന്നത് എന്ന് പറഞ്ഞ മുടക്ക് തന്നെ ഇന്ന് ആദ്യം ഈ ട്രംപ് ഭരണമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വിദേശ ഭരണാധികാരി ഇവിടെ അമേരിക്കൻ മണ്ണിൽ വന്നത്. അത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അതൊരു തികച്ചും ഒരു അപ്രതീക്ഷിതമായ ഒരു കാര്യമല്ല, പ്രതീക്ഷിച്ച കാര്യമായിരുന്നു. എന്നാൽ അദ്ദേഹം മണിക്കൂറുകളുള്ള ഡിസ്കഷന് ശേഷം ട്രംപിന്റെ അനൗൺസ്മെന്റ് വന്നത് ഗാസ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്, വേണ്ടി വന്ന മിലിറ്ററി പ്രയോഗിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ ക്യാമ്പയിനിൽ പറഞ്ഞ കാര്യങ്ങളല്ല. അദ്ദേഹം പ്രോമിസ് ക്യാമ്പയിൻ ചെയ്തതിനേക്കാളും കൂടുതൽ ഒരു രണ്ട് പടിയും കൂടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അത് തികച്ചും ആശങ്കാജനകമായിട്ടാണ് ഇവിടെ നോക്കി കാണുമ്പോൾ തോന്നുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയുടെ അലയൻസുകൾ ഗാസയ്ക്ക് അടുത്തുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനുള്ള അടുത്ത നെയ്ബറിംഗ് കൺട്രീസ്, ജോർദൻ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും അവരൊക്കെ അമേരിക്കയുടെ സ്ട്രോങ് അലൈസ് ആണ്. അപ്പം അമേരിക്കയുടെ സ്ട്രോങ് അലൈസ് ഒന്നും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ട്രംപിന്റെ ഒരു ചിന്ത പോകുന്നത് ഗാസയെ അമേരിക്ക എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നേരത്തെ പറഞ്ഞിരുന്നു. പല അഡ്മിനിസ്ട്രേഷനും അത് എഗ്രി ചെയ്തിരുന്നു, തത്വത്തിൽ ആശയത്തിൽ എഗ്രി ചെയ്തിരുന്നു. എന്നാൽ ആ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഒന്നും അല്ല അദ്ദേഹം പറയുന്നത്. ഡയറക്റ്റ് അമേരിക്ക തന്നെ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ അതിന് തീരുമാനമാകും, അല്ലെങ്കിൽ ഇനി അവിടെ ക്ലീനപ്പിന്റെ ആവശ്യമുണ്ട് എന്നുള്ള ലൈനിലേക്കാണ് പോകുന്നത്. അത് ആശങ്കാജനകമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെയാണ്. എന്നാൽ കട്ടർ റിപ്പബ്ലിക്കൻസ് ഇവിടുന്ന് പറയുവാണെങ്കിൽ ട്രംപിനോടുള്ള ആ ഒരു സപ്പോർട്ടാണ് ഇപ്പോഴും പറയുന്നത്. ട്രംപ് ചിലപ്പോൾ എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ആക്ഷൻ അമേരിക്ക എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മോശമാണെങ്കിലും വളരെ റിസ്കി ആണെങ്കിലും ഗാസയ്ക്കും ആ ഒരു ഏരിയയ്ക്കും ഒരു സൊല്യൂഷൻ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇവിടുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ അലീജിയൻസ് അപ്പൊ നമുക്കറിയാം, ഇന്നലെയും ഇന്ന് മിനിങ്ങാന്ന് നമുക്ക് ആയിട്ട് കാനഡയും മെക്സിക്കോയുമായിട്ട് ഫ്രീ ട്രേഡ് ട്രീറ്റി ട്രംപ് 2016 ഇതിന് മുമ്പത്തെ ഭരണാധികാരികൾ സൈൻ ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ട് റീട്രീറ്റി ഉണ്ടാക്കിയായിരുന്നു. അത് തന്നെ അദ്ദേഹം ക്യാൻസൽ ചെയ്തിട്ട് ടാരിഫിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അതിനകത്ത് റിട്രീറ്റ് ചെയ്തു നമ്മൾ കണ്ടു എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏത് ഡയറക്ഷനിലേക്കാണെന്ന് ഒന്ന് പ്രഡിക്ട് ചെയ്യാനായിട്ട് ഇച്ചിരി വിഷമമാണ്. അതായത് ഡോക്ടർ സജിമോൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുക, അതായത് ട്രംപ് ഏത് തീരുമാനവും എടുക്കുമെന്നൊരു പ്രതീതി അദ്ദേഹം ഉണ്ടാക്കുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം അതിൽ ചെറിയ ഇളവ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭീഷണിപ്പെടുത്തി കൃത്യമായി ഞങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നതിനനുസരിച്ച് ട്രംപ് പറയുന്നതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ഏതറ്റം വരെയും പോവും, ഈ ഒരു മെസ്സേജ് കൊടുക്കുക. ഈവൻ അത് ഗാസയിലേക്കും ആ തരത്തിലൊരു മെസ്സേജ് കൊടുക്കുക എന്നതായിരിക്കില്ല ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പറയാൻ പറ്റില്ല, ചെയ്ത ശീലമുണ്ട് ട്രംപിന്. പക്ഷേ എങ്കിൽ പോലും ഒരു സമ്മർദ്ദത്തിലാക്കുക, ആ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ?
തീർച്ചയായിട്ടും ശ്രീജ, ഇവിടെ നോക്കിയാൽ മറ്റൊരു ആംഗിൾ ഇപ്പൊ ശ്രീജ പറഞ്ഞ പോണെങ്കിൽ തന്നെ ഇതൊരു നെഗോഷിയേഷൻ ടാക്ടിക്സ് ആയിരിക്കും. ഇപ്പോഴും അമേരിക്കയുടെ ചില ബന്ദികൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചില ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിലുണ്ട്. പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് വസ്തുതയാണ്, നമുക്ക് അറിയാൻ കഴിയും. അപ്പം അതിന് ഒരു ഇളക്കം തട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റിമറിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് മേ ബി ട്രംപ് കയറി അടിക്കുന്നതായിരിക്കാം എന്നുള്ള ഒരു ആംഗിൾ ഇതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ട്രംപ് പറയുന്നത് പോണെങ്കിൽ തന്നെ ആ ക്യാമ്പയിനിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്തിരുന്നോ അതിലും ഒരു പടി കൂടെ മുന്നേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് ഈ ഒരു സമയത്ത്. കാരണം പ്രൊജക്ട് 25 ഇവിടെ ഒരു വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പുമായിട്ട് ട്രംപ് ആ പ്രൊജക്ട് 25 ഡിനൈ ചെയ്തായിരുന്നു. അതുമായിട്ട് ഒരു വിവരവുമില്ല അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നുള്ളതിൽ പറഞ്ഞിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ പോളിസികൾ നമ്മൾ ഉറ്റുനോക്കുകയാണെങ്കിൽ ആ പ്രൊജക്ട് 25 ഒരു അലീജിയൻസ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ആ പ്രൊജക്ട് 25 ഡിസ്ക്രിപ്റ്റ് ചെയ്തിരുന്നത്, അതിന്റെ ഓരോന്നായിട്ട് അദ്ദേഹം നടപ്പാക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പരിധിവരെ അമേരിക്ക ഫസ്റ്റ് എന്നൊരു പോളിസി അധിഷ്ഠിതമായിട്ട് അമേരിക്കൻ ജനതയ്ക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്നതായിരിക്കും. എന്നാൽ അമേരിക്കയിൽ തന്നെയുള്ള ഒരു മജോറിറ്റി ആൾക്കാർ ഇപ്പോൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് ഒത്തുചേരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പിന്റെ ഓട്ടോമാറ്റിക്കുള്ള കാര്യങ്ങൾ, അത് ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെയും ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെയും ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പും ഒരേ ലെവലിൽ കാണുന്ന ആ ഒരു സംഭവത്തെ ഇവിടെ പലരും എതിർക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ട്രംപിന്റെ കട്ടയ്ക്കുള്ള ഭക്തര് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കട്ടയ്ക്ക് ഉള്ള സപ്പോർട്ടേഴ്സ് 35-40% അമേരിക്കൻ ജനത അതിനെയെല്ലാം ന്യായീകരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരാണെങ്കിൽ ഇപ്പൊ നാഫ്റ്റോ തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ റീസൈൻ ചെയ്തു, റീനെഗോഷിയേറ്റ് ചെയ്തു, അതിനുശേഷം അദ്ദേഹം തന്നെ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഒരു പരിധി വരെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ അത് ഒരു ത്രട്ടണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റർ സ്ട്രാറ്റജി ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കാണാം. ഏതായാലും ഇത് വളരെയധികം ആശങ്കാജനകമാണ് ഒരു പരിധി വരെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്. കാരണം ഇപ്പോൾ ഒരു ബാലൻസ് നമ്മൾ ഒരു പരിധി വരെ വിചാരിച്ചുകൊണ്ട് ട്രംപിന് ശേഷം വന്നു കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അവിടെ ഒരു പീസ് ഉണ്ടാവും, ട്യൂസ്ഡേ സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ള ചെറിയ ചിന്തയുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് അല്ല പോകുന്നത് എന്നാണ് നമുക്ക് എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കം എന്ന് നമുക്ക് ഇതുപോലെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കാം. കാരണം എന്ത് തീരുമാനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ വരാമെന്നതാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണി വിശദമായി കാര്യങ്ങൾ പറഞ്ഞതിന്. ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിരുന്നു. അവർ ഇന്ന് ഇന്ത്യയിലെത്തും എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. 9 മണിയോടെ അമൃത്സർ വിമാനത്താവളത്തിൽ ഈ വിമാനം അമേരിക്കൻ എയർഫോഴ്സിന്റെ വിമാനം ഇറങ്ങുമെന്ന് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കി. 205 പേരെയാണ് അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. The Americans estimate there are 725,000 undocumented Indians who are eligible for deportation. And in the course of the last 4 years, they have arrested 170,000, almost 2 lakh Indians in their 2 borders with Canada and Mexico. All these people, they say, are there illegally. If they are citizens of India, we have an obligation to take them back. There is no debate about that. We have to take them back. അമേരിക്കയിൽ അനധികൃതമായി എത്തിയ 205 ഇന്ത്യൻ പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള US സൈനിക വിമാനം ഇന്നലെയാണ് പുറപ്പെട്ടത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3 മണിയോടെയാണ് ടെക്സസിലെ സാൻ ആന്റോണിയോയിൽ നിന്ന് യാത്ര തിരിച്ചത്. വിമാനം ഡൽഹിയിൽ ഇറക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് പിന്നീട് അമൃത്സറിലേക്ക് മാറ്റി. സംഘത്തിൽ പഞ്ചാബിൽ നിന്നുള്ളവരാണ് കൂടുതൽ. ആളുകളെ നാടുകടത്താനുള്ള അമേരിക്കൻ തീരുമാനത്തിൽ പഞ്ചാബിന്റെ NRI കാര്യമന്ത്രി കുൽദീപ് സിംഗ് ധാലിവാൾ നിരാശ പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയവർക്ക് സ്ഥിരതാമസം അനുവദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന് പഞ്ചാബിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ അമൃത്സറിലിറങ്ങിയ ശേഷം യാത്രക്കാരെ വിശദമായി ചോദ്യം ചെയ്യും. വന്നവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് വീണ്ടും ഉറപ്പിക്കും. നിയമവിരുദ്ധമായി US പ്രവേശിച്ച സാഹചര്യവും അവരുടെ പശ്ചാത്തലവും പരിശോധിക്കും. അനധികൃത മനുഷ്യക്കടത്തിന് സൗകര്യമൊരുക്കിയവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ആരായും. തുടർന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കം മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ തയ്യാറാക്കി യൂറോപ്യൻ യൂണിയൻ. അധിക താരിഫ് തീരുമാനത്തിൽ അമേരിക്കയ്ക്കെതിരെ ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിക്കും. ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉടൻ ചർച്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ളത് $1.5 ട്രില്യൺ വ്യാപാര ബന്ധം.
അയൽ രാജ്യങ്ങൾക്കും ചൈനയ്ക്കും പിന്നാലെ യൂറോപ്യൻ യൂണിയനും അധിക തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ പദ്ധതികൾ ചർച്ച ചെയ്തു തുടങ്ങി. ബ്രസൽസിൽ നടന്ന യോഗത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ താരിഫ് യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾ ചർച്ച ചെയ്തു. അമേരിക്കയുടെ ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറാണെന്നാണ് പ്രതികരണം. The US is one of Europe's oldest and strongest allies. Our 1.5 trillion euro trade relationship is too important, and imposing tariffs on each other would hurt companies and people on both sides of the Atlantic. അമേരിക്കയിൽ നിന്നുള്ള കൽക്കരിക്കും LNGക്കും 15%, ക്രൂഡ് ഓയിലിന് 10% ചൈന ലെവി ഏർപ്പെടുത്തി. കൃഷി ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾക്കും വലിയ കാറുകൾക്കും അമേരിക്ക അധിക തീരുവ നൽകേണ്ടി വരും. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക തീരുവ ഏർപ്പെടുത്തിയ US-ന് അതേ നാണയത്തിൽ തന്നെയാണ് ചൈനയുടെ മറുപടി. ചില ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തി. ചൈനയുടെ പുതിയ തീരുമാനം തിങ്കളാഴ്ച നിലവിൽ വരും. അധിക നികുതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. He is not going to allow China to continue to source and distribute deadly fentanyl into our country. That was the reason for this tariff. It was a retaliatory tariff on China for the last 4 years of their unprecedented distribution of fentanyl into our nation's borders. So when that call happens, we will provide a readout like we always do. അമേരിക്കയ്ക്കെതിരെ പരാതിയുമായി ലോക വ്യാപാര സംഘടനയെ ചൈന സമീപിക്കും. ഗൂഗിളിനെതിരെ ചൈന പ്രഖ്യാപിച്ച അന്വേഷണവും US-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ ഇരു രാഷ്ട്രങ്ങളുടെയും തലവന്മാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അമേരിക്ക 1 മാസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടി കടുപ്പിച്ച അമേരിക്ക. 205 ഇന്ത്യക്കാരുമായി സൈനിക വിമാനം ഉടൻ ഡൽഹിയിലെത്തും. സാഹചര്യം വിലയിരുത്തി വിദേശകാര്യ വകുപ്പ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കൂട്ടി ചൈനയുടെ തിരിച്ചടി. വിധി എഴുതാൻ തയ്യാറായി ഡൽഹി. നാളെ വോട്ടെടുപ്പ്. 70 മണ്ഡലങ്ങളിൽ ആത്മവിശ്വാസത്തിൽ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും AAP ആരോപണം സമ്മർദ്ദ തന്ത്രമെന്ന് കമ്മീഷൻ. കോടിയേരിക്കെതിരായ പരാമർശത്തിൽ വിശദീകരണവുമായി ശോഭാ സുരേന്ദ്രൻ. അസുഖത്തെ താൻ പരിഹസിച്ചിട്ടില്ല, തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു. കോടിയേരിക്ക് മക്കൾ കാരണം ദുഃഖിക്കേണ്ടി വന്നു, പിണറായിക്ക് കേസുകൾ കാരണം ദുരിതം അനുഭവിക്കേണ്ടി വന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18നോട്. കൃഷ്ണന് രോഗം വന്ന് മരണപ്പെട്ടത് ഈ വിഷയം കൊണ്ടാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ ഇത്ര വകതിരിവില്ലാത്ത ആളാണോ? ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ അവിടെയും ഒരു സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്റെ മര്യാദ കൊണ്ടാണ്. കിഫ്ബി റോഡുകളിലെ ചുങ്കം പിരിക്കുന്നത് യൂസർ ഫീ എന്ന പേരിൽ. നിയമനിർമ്മാണം ഉടൻ. ഇടത് നയത്തിനെതിരല്ലെന്ന് ധനമന്ത്രി. LDF ചർച്ച ചെയ്തെന്ന് TP രാമകൃഷ്ണൻ. പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. മുക്കത്ത് ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ പുറത്ത്. പ്രതികൾ ഒളിവിൽ തന്നെ. യുവതി ഗുരുതരാവസ്ഥയിൽ. നെന്മാറ ഇരട്ടക്കൊലയിൽ ചെന്താമരയുമായി തെളിവെടുത്തു. കൂസലില്ലാതെ കൊലപാതക രീതി വിശദീകരിച്ചു കനാലിന്റെ ഉള്ളിൽ കൂടി നിങ്ങൾ പോയോ? ഞാൻ പോയി, അപ്പുറത്ത് പോയി. എന്നിട്ടാണ് മല കയറിയത്. ആരും കാണില്ല. ഓവിനുള്ളിൽ എത്ര നേരം കിടന്ന്? ഓവിനുള്ളിൽ കൂടി പോയോ? വെഞ്ഞാറമൂട് യുവതിയുടെ മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ കുടുംബം. തൃപ്പൂണിത്തുറയിലെ 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ സ്കൂളുകൾക്ക് ഗുരുതര വീഴ്ചയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പരാതി പോലീസിന് നൽകാതെ മറച്ചുവെച്ചുവെന്ന് തെളിഞ്ഞു. റാഗിംഗ് നടന്നതിന് തെളിവില്ലെന്ന് സ്കൂൾ അധികൃതർ. സ്കൂളിലേക്ക് KSU മാർച്ച്.
കോഴിക്കോട് സ്വകാര്യ ബസ് മറിഞ്ഞു, 50 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് സൂചന. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. തൃശൂരിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ചിറക്കൽ ഗണേശന്റെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. തേനിയിൽ കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി. പെരിന്തൽമണ്ണയിൽ ഭീതി പരത്തുന്ന പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. അനധികൃത കുടിയേറ്റം. മുക്കം മാമ്പറ്റയിൽ ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ ലോഡ്ജ് ഉടമ ദേവദാസിനെ മുക്കത്തെത്തിച്ചു. കുന്നംകുളത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ദേവദാസ് പിടിയിലായത്. മറ്റ് 2 പ്രതികൾ ഒളിവിലാണ്. പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയ യുവതി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണിപ്പോൾ. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മിനിഞ്ഞാന്ന് വൈകിട്ട് മുതൽ ഈ ദൃശ്യങ്ങൾ നമ്മളെയൊക്കെ വളരെ വളരെ അലോസരപ്പെടുത്തുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മാത്രം അങ്ങനെ വലിയ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേവദാസൻ കുന്നംകുളത്ത് നിന്ന് പിടിയിലായെന്ന് പറയുന്നു. എന്താണ് പോലീസ് പറയുന്നത്? ഷീജ, അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും അലോസരപ്പെടുത്തുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ വിവരം പുറത്തു വന്നപ്പോൾ മുതൽ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഒരു സ്ത്രീ തനിച്ചൊരിടത്ത് താമസിക്കുന്നു. ആ സ്ഥലത്തേക്ക്, അതായത് തൊഴിലുടമ നൽകിയ ഒരു സ്ഥലം, വാടക സ്ഥലം, ആ സ്ഥലത്തേക്ക് രാത്രി 11:30 അദ്ദേഹവും 2 ജീവനക്കാരും എത്തുന്നു. ഈ യുവതിയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ 1ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയും നട്ടെല്ലിനടക്കം പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും ആ കുട്ടി ICUവിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം. പക്ഷേ പോലീസിന് 3 വട്ടം മൊഴി നൽകിയിട്ടും അതിൽ FIRൽ പോലും യുവതി ബാൽക്കണിയിൽ നിന്നും വീണു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മറിച്ച് ഒരു പീഡന ശ്രമം എന്ന കാര്യം ആ FIRൽ പോലും ചേർക്കുന്നില്ല എന്ന് കുടുംബം പരാതിപ്പെടുന്നു. വിശദമായ മൊഴി ഈ ലോഡ്ജ് ഉടമ ദേവദാസിന്റെ അടക്കം പേരുകൾ നൽകി ആ പെൺകുട്ടി നൽകുമ്പോഴും പെൺകുട്ടിയുടെ മൊഴിയെ അവിശ്വസിക്കാനുള്ള ഒരു നീക്കമാണോ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നതെന്നും ആ കുടുംബത്തിന് വരെ സംശയമുണ്ടാവുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലും പുറത്തേക്ക് വരുന്ന അസാധാരണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇതേ തുടർന്ന് മാധ്യമങ്ങളും വലിയ തോതിൽ വിഷയം ഏറ്റെടുക്കുന്നു. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് റൂറൽ എസ്പിയോട് വിശദീകരണം തേടുന്നു. യുവജന സംഘടനകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. എന്തായാലും ഈ വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് പ്രതിയെ പിടികൂടാനുള്ള ഒരു നീക്കമെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഹോട്ടൽ പരിസരത്ത് തന്നെ ഈ ദേവദാസനും മറ്റ് 2 പ്രതികളും ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ പെൺകുട്ടിക്കെതിരായ ചില അപവാദ പ്രചരണങ്ങളും മറ്റുമൊക്കെ നടത്താൻ ഇയാൾ മാധ്യമങ്ങളോട് മറ്റുമൊക്കെ പറയുകയും ചെയ്തിരുന്നു. വിശദമായ വാർത്താ സമ്മേളനം നടത്തുമെന്ന് പോലും അറിയിച്ചയാളാണ്. അതായത് ഈ കൃത്യം നടന്ന് മൊഴി നൽകി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യമാണ് അങ്ങേയറ്റം പ്രസക്തമാവുന്നത്. എന്തായാലും സമൂഹത്തിന്റെ സമ്മർദ്ദം വലിയ തോതിൽ പോലീസിന് മുമ്പിലേക്ക് എത്തുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെ അടക്കം പരാതി നൽകുമെന്ന് കുടുംബം പറയുന്നു. ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് മുക്കം പോലീസ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തപ്പോഴാണ് കുന്നംകുളം ഭാഗത്ത് മൊബൈൽ ഫോൺ ഇയാളുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഇതേ തുടർന്ന് കുന്നംകുളം പോലീസിന് വിവരം നൽകുകയും കുന്നംകുളം പോലീസ് ഈ പ്രതിയെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് മുക്കം പോലീസിന് കൈമാറിയത്. പുലർച്ചയോടുകൂടി മുക്കം പോലീസ് പ്രതിയെ മുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അനുബന്ധ നടപടികൾ, ചോദ്യം ചെയ്യൽ, കോടതിയിൽ ഹാജരാക്കൽ തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെ ചെയ്യും. എന്തായാലും വലിയ സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായ ശേഷം മാത്രമാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എന്നതാണ് ഏറെ ഖേദകരം. ശ്രീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് മുക്കത്ത് യുവതിയെ ജോലി ചെയ്യുന്ന തൊഴിലുടമ നൽകിയ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഈ ലോഡ്ജ് ഉടമയും സഹായികളും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണിപ്പോൾ അയാൾ പിടിയിലായിരിക്കുന്നത്. പക്ഷേ മറ്റ് 2 പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പോലീസിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയ ഇലവഞ്ചേരിയിലെ കടയിലായിരിക്കും ഇന്ന് തെളിവെടുപ്പ്.
അതേസമയം ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതിക്ക് കടുത്ത നിരാശയെന്ന് ആണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, അന്ന് ഈ പുഷ്പ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ചെന്താമര പോലീസിനോട് പറയുന്ന കാര്യങ്ങൾ. അതായത് ഇയാൾക്ക് ചെയ്ത കാര്യങ്ങളിൽ ഒന്നും യാതൊരു കുറ്റബോധമില്ല, ഇനിയും അവസരം കിട്ടിയാൽ കൂടുതൽ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. ഇത് തന്നെയാണോ ഈ മൊഴികളിൽ നിന്ന് മനസ്സിലാവുന്നത്? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ തെളിവെടുപ്പിന് എത്തിച്ച സമയത്ത് പോലും ഈ പ്രതിക്ക് ഒരു തരി കുറ്റബോധം പോലും ഉണ്ടായിരുന്നില്ല. ഇയാൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കൂസലും ഇല്ലാതെയാണ് ഇന്നലെ പോലീസിനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത്. അതിനുശേഷം നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അയൽവാസിയായ പുഷ്പയാണ് ഈ ചെന്താമരയുടെ കുടുംബം തകരാനും ഭാര്യ പിണങ്ങിപ്പോവാനും ഒക്കെ കാരണക്കാരിയായത്. മാത്രവുമല്ല, ഈ ചെന്താമര നാട്ടിലോട്ട് വരാതിരിക്കാൻ വേണ്ടി പല തവണ പുഷ്പയാണ് പോലീസിൽ പരാതി നൽകിയത്. അതുകൊണ്ട് പുഷ്പയോട് ഇയാൾക്ക് വലിയ രീതിയിലുള്ള വൈരാഗ്യമുണ്ട്. പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിൽ കടുത്ത നിരാശയാണ് ഇന്നലെ ഈ അന്വേഷണ സംഘത്തിനോട് ഈ പ്രതി ചെന്താമര പറഞ്ഞത്. ഇനി ഒരിക്കലും ഈ പ്രതി പുറത്തിറങ്ങില്ലെന്ന് പുഷ്പയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പുഷ്പ രക്ഷപ്പെട്ടു എന്നും കൂടി ഈ പ്രതി ചെന്താമര പോലീസിനോട് പറഞ്ഞു. ഒപ്പം ഇയാൾക്കിനി പുറത്തിറങ്ങേണ്ട, ഒരു ദിവസത്തെ പരോൾ പോലും ആവശ്യപ്പെടില്ല, ചെയ്തത് തെറ്റായി പോയി എന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഒരു തരത്തിലുള്ള കുറ്റബോധമോ ഭാവവ്യത്യാസമോ ഇന്നലെയും മുൻപ് പോലീസ് പിടിച്ചപ്പോഴൊന്നും ഇയാൾക്കുണ്ടായിരുന്നില്ല. നേരത്തെ പോലീസ് പിടികൂടിയപ്പോഴും ഇയാൾ പറഞ്ഞിരുന്നു തന്റെ ഭാര്യയെയും മകളെയും അടക്കം മറ്റ് ഉള്ളവരെ കൂടി, അതായത് 5 കൊലപാതകങ്ങൾക്കാണ് ഇയാൾ പദ്ധതി ഇട്ടിരുന്നത്. അന്ന് ഈ പുഷ്പ മറ്റ് പള്ളിയിൽ പോയത് കൊണ്ട് മാത്രമാണ് പുഷ്പയെ കിട്ടാതിരുന്നത്. ഒരുപക്ഷെ പുഷ്പയെ കിട്ടിയിരുന്നെങ്കിൽ പുഷ്പയെ കൊലപാതകം ചെയ്തിട്ടുണ്ടാകും. അതുപോലെ സുധാകരന്റെ മക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇരട്ട കൊലപാതകം കൊലപാതകങ്ങളുടെ എണ്ണം വീണ്ടും കൂടിയേനെ. എന്തായാലും ഇന്ന് എലവഞ്ചേരിയിൽ ഈ ആയുധം വാങ്ങിയ കടയിൽ അടക്കം ഇന്ന് തെളിവെടുപ്പുണ്ടാകും. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ ആലത്തൂർ ജയിലിൽ നിന്നും ഈ തെളിവെടുപ്പിനായി പോലീസ് ഇറക്കും. ഈ പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിലുള്ള നിരാശ അത് വീണ്ടും ഈ പ്രതി പറയുന്നു. അല്ലെങ്കിൽ അപ്പോഴാണ് ഈ കൊലപാതകം നടത്തി അതിൽ ഒരു തരി പോലും കുറ്റബോധമില്ല എന്ന് ഇത്രയും ദിവസം പറഞ്ഞത്. അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ പ്രതിയുടെ മൊഴി. കാരണം ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ പുഷ്പയെ അടക്കം ഇനിയും കൊല്ലുമായിരുന്നു. കാരണം നേരത്തെ പുഷ്പ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് വധഭീഷണി ഉണ്ട്, അത് ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ഈ പുഷ്പയോട് വ്യക്തിവൈരാഗ്യമുണ്ട് പ്രതിക്ക്. ഒപ്പം നേരത്തെ 2019 ഈ സജിതയെ കൊല്ലുന്നത് ഈ ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സജിതയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് സജിത കൂടോത്രം ചെയ്തു എന്ന അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് സജിതയെ കൊല്ലുന്നത്. സജിതയോട് കൂടെ പുഷ്പയും ഉണ്ടായിരുന്നു. പുഷ്പയും കൂടി കാരണക്കാരിയായിരുന്നു തന്റെ കുടുംബം തകരാൻ എന്നാണ് ഇപ്പോൾ പ്രതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുഷ്പയോടുള്ള വൈരാഗ്യം അത് കൂടാൻ കാരണം. ഒപ്പം ഈ നാട്ടിൽ വരാതിരിക്കാൻ, അതായത് ഈ പോത്തുണ്ടി പോയിന്റ് കോളനിയിൽ ഈ ചെന്താമര വരാതിരിക്കാൻ വേണ്ടി പോലീസിൽ പരാതി നൽകിയത് പുഷ്പയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതി അന്വേഷണ സംഘത്തിനോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്കുള്ള കുരുക്കുകൾ അത് മുറുകുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും പ്രതിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്. അത് തെളിയിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ അതിലേക്ക് ശക്തി പകരുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിയുടെ മൊഴിയുള്ളത്. എന്തായാലും ഇന്ന് എലവഞ്ചേരിയിൽ കൂടി തെളിവെടുപ്പുണ്ടാകും. ഇന്ന് 3 മണിവരെയാണ് പ്രതിക്കായുള്ള കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം ആവശ്യമെങ്കിൽ പിന്നീട് കസ്റ്റഡി നീട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. ശരി, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ തുടരന്വേഷണം വഴിമുട്ടി. സാക്ഷിപത്രം നൽകണമെങ്കിൽ പ്രതിയെ മെഡിക്കൽ കോളേജിൽ 10 ദിവസം നിരീക്ഷിക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. ഇതോടെ പ്രതി ഹരികുമാറിനെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഇയാളുടെ മാനസിക നില അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്ന സാഹചര്യം എന്താണ്? ശ്രീജ, അത് തന്നെയാണ് ഇപ്പോൾ പോലീസിനെ ആകെ വലച്ചിട്ടുള്ളത്. കാരണം
തുടക്കം മുതൽ വിവിധ ചോദ്യോത്തരങ്ങളോട് സഹകരിക്കാതെ മൊഴിമാറ്റം നൽകിക്കൊണ്ടിരുന്ന ഒരു പ്രകൃതമായിരുന്നു ഹരികുമാറിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ മാനസിക നില ഒന്ന് പരിശോധിക്കണമെന്ന് ഒരാവശ്യമുണ്ടായിരുന്നു. എന്തായാലും റിമാൻഡിൽ വാങ്ങിയിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇദ്ദേഹത്തെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു പോലീസ്. അതിന്റെ ഭാഗമായി ഇന്നലെ കസ്റ്റഡി അപേക്ഷ നൽകിയതിന്റെ ഭാഗമായി 7-ാം തീയതി വരെ ഈ ഹരികുമാറിനെ കോടതി പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകി. എന്നാൽ ഹരികുമാറിന് ചോദ്യം ചെയ്യാൻ വിധേയനാകാനുള്ള മാനസികാരോഗ്യ നില ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ഒരു കുറിപ്പ് കൂടെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായായിരുന്നു ഇന്നലെ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പരിശോധന നടത്താൻ ശ്രമിച്ചത്. എന്നാൽ പോലീസിന് അവിടെ വെല്ലുവിളിയായത് 10 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തി നിരീക്ഷിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യനില എന്താണെന്നുള്ള സാക്ഷ്യപത്രം നൽകാൻ കഴിയൂ എന്നുള്ളത് പോലീസ് ഡോക്ടർമാർ നൽകുകയായിരുന്നു. ഇതോടുകൂടി പോലീസ് വിഷയത്തിൽ വലയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. തുടർന്നായിരുന്നു കോടതിയിൽ തിരിച്ച് ഏൽപ്പിച്ച് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തന്നെ ഹരികുമാറിനെ തിരിച്ച് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി പോലീസിന്റെ മറ്റൊരു പ്രതീക്ഷ അവിടെ താൽക്കാലികമായി വിരാമം ഇടുകയായിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങുന്ന ഹരികുമാറിനോടൊപ്പം ഈ പറയുന്ന സാമ്പത്തിക കുറ്റത്തിൽ ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ മാതാവിനെ കൂടെ ഇവിടെ എഴുതി കൂടുതൽ ചോദ്യം ചെയ്ത് ഈ പറയുന്ന മരണ കാരണം എന്താണെന്നും കൊലപാതകത്തിലെ പങ്കുകൾ ഉൾപ്പെടെ അന്വേഷിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പോലീസ് എത്തി നിന്നത്. എന്നാൽ തൽക്കാലം ഈ ഒരു സാക്ഷ്യപത്രം കിട്ടിയാൽ മാത്രമേ അടുത്തുള്ള മുന്നോട്ടുള്ള യാത്രകൾക്ക് കഴിയുമെന്നുള്ള നിലപാടാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതേസമയം ഈ റിമാൻഡിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നാണ് അറിയുന്നത്. ശ്രീജ. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊന്ന സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് വഴിമുട്ടി നിൽക്കുന്നത്. ഇനി അടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് വന്ന വാർത്ത. തൃപ്പൂണിത്തുറയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹ്ർ അഹമ്മദിന്റെ മരണത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസം മിഹ്റിന്റെ കുടുംബത്തിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും ഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കേട്ടിരുന്നു. കുട്ടി പഠിച്ച ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളും ജെംസ് പബ്ലിക് സ്കൂളും NOC ഹാജരാക്കിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനെ അറിയിച്ചേക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അവരുടെ എല്ലാ അനുമതികളൊക്കെ സഹിതം ഒരു വാർത്താക്കുറിപ്പൊക്കെ പുറത്തിറക്കിയിരുന്നു. അതിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന തരം ചില വാചകങ്ങൾ ഉണ്ടായിരുന്നു. ആ തരത്തിൽ ഈ കുട്ടി പ്രശ്നക്കാരനാണ്, ജെംസ് സ്കൂളിൽ നിന്നും ഈ കുട്ടി വന്നതാണ്, TC വാങ്ങി വന്നതാണ്, അങ്ങനെ പറയാതെ പറയുന്ന ചില കാര്യങ്ങളൊക്കെയുള്ള ഒരു വാർത്താക്കുറിപ്പൊക്കെ പുറത്തിറക്കിയ ശേഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളത്? ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ? ശ്രീജ, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ 2 സ്കൂളുകളുടെയും വിശദീകരണം അവർക്ക് പറയുവാനുള്ളത് ഇക്കാര്യത്തിൽ എന്താണ് എന്നത് 3 കാര്യങ്ങളിലാണ് പൊതുവായി ഈ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കൂളുകളുടെ പ്രവർത്തനം, ഇതിന് മതിയായ രേഖകളുണ്ടോ, സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായ NOC അടക്കമുള്ള സംവിധാനങ്ങളുണ്ടോ എന്നതും, ഒപ്പം തന്നെയും ഇത്തരമൊരു പരാതി അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടോ, മാതാവിൻ്റെ ഭാഗത്ത് കുടുംബത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ടോ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും സ്കൂളുകളിൽ റാഗിംഗ് എന്ന സമ്പ്രദായം അത്തരം ഒരു പ്രാകൃത രീതി തടയാൻ ഏത് രീതിയിലുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ എന്ത് നിരീക്ഷണ സംവിധാനമുണ്ട്, ഈ പരാതി വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ തടഞ്ഞിട്ടുണ്ടോ, അത്തരം 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണങ്ങൾ പ്രധാനമായും തന്നെ ഒരു മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നത്. ഇതിൽ മതിയായ രേഖകൾ ആദ്യത്തെ സിറ്റിങ്ങിൽ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. പിന്നീട് അവർക്കത് ഹാജരാക്കാൻ കഴിഞ്ഞു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച അവ്യക്തത പൂർണ്ണമായും തന്നെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അന്വേഷണത്തിൽ വന്ന വിശകലനങ്ങൾ പൂർണ്ണമായും ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ആദ്യ സിറ്റിങ്ങിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഉണ്ടാകും. മാത്രവുമല്ല പല ചോദ്യങ്ങൾക്കും അവ്യക്തമായ ഉത്തരങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറയുന്നു. അത് NOC സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും അതോടൊപ്പം തന്നെ മിറിൻ്റെ കുടുംബം ഉയർത്തിയ ചില വിഷയങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്. അവർ
പരാതി ഗൗരവമായി എടുത്തിരുന്നില്ല, തങ്ങൾ പരാതിപ്പെട്ടിരുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നീട് സ്കൂൾ അധികൃതർ അത് നിഷേധിക്കുന്നുണ്ട്, പരാതി വന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ മെഹറിൻ്റെ അമ്മ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ പരാതി നൽകിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ വിശദീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കും. കാരണം ഇക്കാര്യങ്ങളിൽ കുടുംബം ഉയർത്തുന്ന ആരോപണങ്ങളും പരാതികളും വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. കാരണം ഈ പരാതി തങ്ങൾ ഉയർത്തിയിരുന്നത് അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, മെയിൽ അയച്ചതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സ്കൂൾ അധികൃതർ അത് നിഷേധിക്കുകയാണ്. ജെംസ് സ്കൂളിൽ നിന്ന് TC വാങ്ങി വന്നതാണ് എന്ന കാര്യങ്ങൾ, അതിന് കാരണമായി പറയുന്ന കാര്യങ്ങൾ പലതും വ്യക്തിപരമായി കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ മിറിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം പോലും അവർ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ വിഷയത്തിൽ വ്യക്തമായ രീതിയിലേക്കുള്ളൊരു വിശദീകരണം നൽകാൻ സ്കൂൾ അധികൃതർക്ക് കഴിയുന്നില്ല എന്നത് വളരെ സ്പഷ്ടമായ ഒരു കാര്യം തന്നെയാണ്. അതെല്ലാം തന്നെ ഉണ്ടാകും. ഒപ്പം ഈ അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും മിറിൻ്റെ കുടുംബം ഇവിടെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മൊഴി നൽകുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അന്വേഷണവും തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന റിപ്പോർട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ എന്നതാണ്. കാരണം നടപടികൾ വൈകില്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെയും നടക്കുന്ന അന്വേഷണങ്ങളുടെ വിശദാംശങ്ങൾ മന്ത്രിയുടെ ഓഫീസ് വ്യക്തമായും തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു നടപടികൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്നത് സംബന്ധിയായ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയിലേക്ക് വരും. എന്തായാലും അവരുടെ ഒരു അന്വേഷണം അത് ക്രോഡീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അന്ന് പറഞ്ഞിരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ CCTV ദൃശ്യങ്ങൾ സ്കൂളിൽ നിന്ന് ശേഖരിച്ചിരുന്നു. അത് കൂടുതൽ വിശകലനം ചെയ്യുകയാണ്. എന്താണ് ഈ ദിവസം നടന്നത് എന്നത്. കാരണം ആത്മഹത്യ ചെയ്ത ആ ദിവസം കൂടുതൽ എന്തെങ്കിലും വഴക്കുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സ്കൂളിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണത്തിലും പ്രതിഫലിക്കും. എന്തായാലും വരും ദിവസം റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. താമരശ്ശേരി കാക്കവയൽ മണ്ഡലമുക്കിൽ തീപിടുത്തം. 3 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തുണിക്കടയും പലചരക്ക് കടയും സ്റ്റേഷനറി കടയുമാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മുക്കം നഗരസഭയിലെ കളന്തോട് 6.5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. ഡിഗിലാണ് പിടിയിലായത്. പട്രോളിംഗിനിടെയാണ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത്. കൊല്ലം ചാത്തന്നൂർ MES എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിന്റെ സർവീസ് ഡക്റ്റിനു മുകളിലെ സ്ലാബ് തകർന്ന് 2 യുവതികൾക്ക് പരിക്ക്. ഹോസ്റ്റലിലെ താമസക്കാരായ മനീഷ, സ്വാതി എന്നിവർക്കാണ് പരിക്കേറ്റത്. കെട്ടിടത്തിന്റെ 4ാം നിലയിലെ സ്ലാബിന് മുകളിൽ യുവതികൾ സംസാരിച്ചിരുന്നപ്പോഴാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഇരുവരെയും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. പരിധിയിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചതിനാണ് കേസ്. 70ഓളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഗാലറിയിൽ കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഇന്ന് രാവിലെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു അത് താൽക്കാലികമായി ഉണ്ടാക്കിയ ഗാലറിയിൽ നിരവധി പേർ. അത് ഈ വലിയ രീതിയിലുള്ളൊരു ആൾനാശത്തിലേക്ക് പോയില്ല എന്നത് തന്നെ അത്ഭുതകരമായി തോന്നും. ഇപ്പോൾ സംഘാടകർക്കെതിരെ എന്താണ് പോലീസ് എടുക്കുന്ന നടപടികൾ? ശ്രീജ, എന്തായാലും ഈ പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയതിനെതിരെയാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പട്ടാമ്പി PWD ഓവർസിയർ എത്തി ഈ ഗാലറിയുടെ ഗുണനിലവാരം പരിശോധിച്ച ശേഷമായിരുന്നു ഈ ഗാലറിക്ക് അനുമതി നൽകിയത്. പക്ഷേ ഈ പരിപാടിക്കിടെ, അതായത് ഇന്നലെ രാത്രി 10:30 ഈ കളിക്ക് കൂടുതൽ ആളുകളെ ഈ അനുമതി ഇല്ലാതെ ഗാലറിയിൽ കയറ്റി. അതാണ് ഇത്തരമൊരു വലിയ അപകടത്തിലേക്ക് നയിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 70ഓളം പേർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. ഇതിൽ 60 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 2 പേരുടെ പരിക്കാണ് ഗുരുതരമായി ഉള്ളത്. ഒരാളുടെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റു, ഒരാളുടെ കാലിന് പൊട്ടലുണ്ട്. ഇതാണ് ഗുരുതര പരിക്കുകൾ. മറ്റുള്ളവ അത്ര സാരമായ പരിക്കുകൾ അല്ലെങ്കിൽ കൂടി 60ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും എന്തുകൊണ്ട്
ഇങ്ങനെ അനുമതിയില്ലാതെ ഇത്രയും അധികം ആളുകളെ കയറ്റി, അതായത് നേരത്തെ നിശ്ചിത ആളുകൾക്ക് വേണ്ടിയായിരുന്നു അനുമതി നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഈ ഗാലറിയുടെ താൽക്കാലികമായി കെട്ടിയ ഗാലറിയാണ്. ഇതിൻ്റെ ഉറപ്പൊക്കെ ഓവർസിയർ നേരിട്ടെത്തി പരിശോധന നടത്തിയ ശേഷം ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിലൊരു കബളിപ്പിക്കൽ നടന്നു. അതായത് ഈ അനുമതി നൽകിയതിനേക്കാൾ കൂടുതൽ ആളുകളെ നൽകി. അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ തുടർ നടപടികൾ നൽകിയത് പാലക്കാട് നിന്ന്. പത്തനംതിട്ടയിൽ വാഹനം വഴിയരികിൽ നിർത്തി വിശ്രമിക്കുന്നതിനിടെ 20 അംഗ സംഘത്തിന് നേരെ പോലീസിന്റെ അതിക്രമം. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നേടി. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, 20 അംഗ സംഘത്തെ പോലീസ് അങ്ങോട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്നു. എന്താണ് ഇവർ പറയുന്നത്? ഇന്നലെ രാത്രിയിലാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ അടൂരിലെ വിവാഹത്തിന് പോയതിനു ശേഷം തിരിച്ചു മടങ്ങിയ സംഘത്തിന് നേരെ പോലീസ് ആക്രമിച്ചതായി പറയുന്നത്. എന്തായാലും ഇവർ അടൂർ പോയതിനു ശേഷം കോട്ടയത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇവർ വന്നു. രാത്രിയിൽ അവിടെ ഇറങ്ങി ഒന്ന് നിൽക്കുന്ന സമയത്താണ് കൂട്ടം കൂടി നിൽക്കുന്നതിനെ ചോദ്യം ചെയ്താണ് പോലീസ് മർദ്ദിച്ചതാണ് ഇവർ പറയുന്ന ഒരു കാരണം. എന്തായാലും ഈ മർദ്ദനത്തിൽ സ്ത്രീകൾക്കടക്കമുള്ള ആളുകൾക്ക് പരിക്ക് ഏറ്റുണ്ട്. 20ഓളം പേര് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പക്ഷേ വനിതാ പോലീസ് ഇല്ലാതെയാണ് ഈ പോലീസുകാർ ഇവരെ മർദ്ദിച്ചെന്നാണ് ഇവർ പരാതി പറയുന്നത്. തലയ്ക്ക് കൈക്കൊക്കെ പരിക്കേറ്റവരുണ്ട്. അവരെന്തായാലും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം യാതൊരു പ്രകോപനമില്ലാതെ റോഡ് സൈഡിൽ ഈ വിവാഹത്തിന് പോയ ശേഷം രാത്രി വന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുന്ന സമയത്ത് വിശ്രമിക്കാൻ ഒന്ന് നിൽക്കുന്ന സമയത്തിടയിലാണ് പോലീസ് വന്ന് ചോദ്യം ചെയ്യുകയും അകാരണമായി മർദ്ദിക്കുകയും പറയുന്നത്. ശരി, ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ പോലീസിന്റെ വിശദീകരണം എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വെറുതെ നിൽക്കുമ്പോൾ ആളുകളെ കയറി ആക്രമിക്കുന്നതല്ല പോലീസിന്റെ ജോലി എന്നതാണ് വാസ്തവം. ഇനി ഇന്നത്തെ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇന്നിത് സംഭവിക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ടെടുപ്പ്. 699 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. ശനിയാഴ്ച വോട്ടെണ്ണൽ. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ ഇന്നും തെളിവെടുപ്പ് തുടരും. പ്രതി ചെന്താമരയുമായി എലവഞ്ചേരിയിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഇന്ന് മന്ത്രിസഭായോഗം. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം. കരട് ബില്ലിന് ഇന്ന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കാഞ്ഞങ്ങാട്ട് തുടക്കം. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ക്രിസ്തുമസ് പുതുവർഷ ലോട്ടറി നറുക്കെടുപ്പ് ഇന്ന് 2 മണിക്കാണ് നറുക്കെടുപ്പ്. 20 കോടി രൂപ ഒന്നാം സമ്മാനം ഉള്ള ബമ്പർ നറുക്കെടുപ്പിൽ 21 പേർ കൂടി കോടീശ്വരന്മാരാകും. രണ്ടാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം 20 പേർക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിൽ. കുംഭമേളയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ത്രിവേണിയിൽ സ്നാനം നടത്തും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് അമൃതാനന്ദമയി മഠം സന്ദർശിക്കും. പള്ളിക്കാവിലെ അമൃതപുരിയിൽ ഗവർണർ ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് എത്തുക. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ച നടത്തും. RSS മേധാവി മോഹൻ ഭഗവത് ഇന്ന് പത്തനംതിട്ടയിൽ ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കും. ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രാദേശിക അവധിയാണ്. കോഴഞ്ചേരി, അയിരൂർ, ചെറുകോൽ പഞ്ചായത്തുകളിലാണ് അവധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാർ ഇന്ന് മടങ്ങിയെത്തും. രാവിലെ അമൃത്സറിലാണ് 250 പേരുടെ സംഘമെത്തുക. ഇന്നലെയാണ് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യക്കാരെ അമേരിക്ക കയറ്റി അയച്ചത്. ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേയിലേക്കാണ്. നെയ്യാറ്റിൻകരയിലെ ത്രയാക്ഷന്റെ 2ാം പിറന്നാളാണിന്ന്. ആശംസകളോടെ അച്ഛൻ അനന്തുവും അമ്മ നയനയും. ഹാപ്പി ബർത്ത്ഡേ ത്രയാക്ഷ്. തൃശൂർ മുണ്ടൂർ പെരിങ്ങന്നൂർ സ്വദേശികളായ സുരേഷിന്റെയും ഹരിഷ്മയുടെയും മകൻ ഫിദലിന്റെ 3ാം പിറന്നാളാണിന്ന്. ഹാപ്പി ബർത്ത്ഡേ ഫിദൽ.
അടൂർ സ്വദേശികളായ രാമചന്ദ്രന്റെയും അംബികയുടെയും 45-ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ശ്രീമതി അംബികയ്ക്കും ശ്രീ രാമചന്ദ്രനും വളരെ ഹൃദയപൂർവ്വം ആനിവേഴ്സറി വിഷസ്. നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഇതുപോലെ ഞങ്ങൾക്കൊപ്പം ന്യൂസ് 18 സ്ക്രീനിലൂടെ ആഘോഷിക്കാം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. അപ്പോൾ നമ്മൾ രാവിലെയിൽ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. വാർത്തകളുടെ ഒരു ഇടവേളയാണ്. നമുക്ക് ഇത് കണ്ടോ കാണാം. അതിനുശേഷം ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ പ്രധാന വാർത്തകളുമായി മടങ്ങിയെത്താം. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടി കടുപ്പിച്ച അമേരിക്ക. 205 ഇന്ത്യക്കാരുമായി സൈനിക വിമാനം ഉടൻ ഡൽഹിയിലെത്തും. സാഹചര്യം വിലയിരുത്തി വിദേശകാര്യ വകുപ്പ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കൂട്ടി ചൈനയുടെ തിരിച്ചടി. വിധി എഴുതാൻ തയ്യാറായി ഡൽഹി. നാളെ വോട്ടെടുപ്പ്. 70 മണ്ഡലങ്ങളിൽ ആത്മവിശ്വാസത്തിൽ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും AAP ആരോപണം സമ്മർദ്ദ തന്ത്രമെന്ന് കമ്മീഷൻ.